പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സെക്ഷനിലേക്ക് എല്ലാവരും പ്രാവശ്യത്തോടെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവിന് സ്തോത്രം ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്കൊന്നിച്ച് കടന്നു വരുവാൻ കൊണ്ടോട് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന്, ആത്മീക ബലത്തിന് കാരണമായി തീരാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. മറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തി ഞങ്ങൾക്കായി വെളിപ്പെടണം കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ കൃപയുണ്ടാകണം. ഇന്നത്തെ കർത്താവ് ഈ സെഷൻ അനേകർക്ക് അനുഗ്രഹമായി തീരണം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് വീഡിയോ കാണുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകലമാനവും സകല മഹത്വത്തേക്ക് തരുന്നു. യേശു മൂലധർമ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറക്കണമേ. അമേൻ, അമേൻ, അമേൻ. സ്തോത്രം, സ്തോത്രം. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് പ്രിയ ആൻറ്റി അന്നമ്മ ജോർജാണ്. സ്നേഹത്തോടെ നമ്മുടെ വിമൺ ഫോർ ജീസസിൻ്റെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് മാമേ. Praise the Lord. അന്നമ്മ ജോർജ്, ഒഫീഷ്യൽ നെയിം ജെസി മാമ. ദൈവത്തിൻ്റെ സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ രായ്ച്ചാൻ്റെ ജീവിതാനുഭവങ്ങൾ കേട്ടിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ ഫാമിലിയാണ്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഫാമിലിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. രായ്ച്ചാൻ്റെ അനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീർന്നു. അന്നേ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞത് ഒരു ദിവസം ജെസിമാമയുടെ അനുഭവങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് അന്നേ പ്രേക്ഷകർക്ക് കൊടുത്ത ഒരു വാക്കാണ്. വളരെ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ അനുഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ പാസ്റ്റർ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയെങ്കിലും പലരും ഒത്തിരി പ്രതികൂലങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. അതെ, ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടി വന്നതിൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. ഒരു നഴ്സിംഗ് പഠനകാലത്തെ അനുഭവങ്ങളുണ്ട്. ഉണ്ട്. ഉണ്ട്. നേഴ്സിംഗ് പഠനകാലത്ത് ഉണ്ടായ ഒരു സൗഖ്യമാണ് ഇന്ന് സാക്ഷ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി വർഷങ്ങളായി, അതെ, ഒരു 10-37 വർഷം മുമ്പുള്ള സംഭവമാണ്. സംഭവങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊന്നിച്ച് രായ്ച്ചാൻ്റെ അനുഭവങ്ങൾ പറയാൻ വന്നപ്പോൾ പറഞ്ഞു, വിവാഹം ആലോചനയുമായിട്ട് രായ്ച്ചാൻ അവിടെ ആദ്യം വരുമ്പോൾ അപ്പച്ചൻ പറഞ്ഞത് ഇവള് പെന്തക്കോസ്തി പോയെന്നുള്ളതാ. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെയുള്ള ജീവിതത്തിലെ അനുഭവങ്ങൾ, ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങളെന്ന് പറയാം. അന്നൊന്ന് പരിചയപ്പെടുത്തിയതാണെങ്കിലും ഒരിക്കൽ കൂടെ പ്രേക്ഷകർക്ക് വേണ്ടി ജനിച്ചു കൊള്ളുന്ന കുടുംബം, ജീവിത പശ്ചാത്തലമൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ അമ്മാവിക്ക് പറയാം കേട്ടോ. അതെ, ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. ഞാനൊരു മർത്തോമ കുടുംബത്തിൽ ആണ് ജനിച്ചു വളർന്നത്. പുന്നവേലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലായിരിക്കും. മല്ലപ്പള്ളി എന്ന ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു ഗ്രാമപ്രദേശം. ഞങ്ങൾ 4 മക്കളായിരുന്നു. മർത്തോമ ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങളുടെ കുഞ്ഞുനാളില് കൂട്ടുകുടുംബം എന്ന് പറയാൻ പറ്റിയില്ല, എന്നാൽ വല്യപ്പച്ചൻ വല്യമ്മച്ചിയുടെ ഒക്കെ കൂടെയാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ ബോണ്ടേജും അതിനോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒത്തിരി വിഷയങ്ങളുണ്ട് ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ വളർന്നുകൊണ്ട്. പിന്നെ ഈ സമയങ്ങളിൽ, ഈ കാലങ്ങളിലുള്ള പോലെ അല്ലല്ലോ അന്നത്തെ റിലേറ്റീവ്സ്, സ്നേഹബന്ധങ്ങളൊന്നും. എൻ്റെ ആത്മീയ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നുള്ള കിട്ടിയ അനുഭവത്തെ പോലെ തന്നെ എൻ്റെ ആൻറ്റിമാർ, അച്ചാച്ചൻ്റെ മൂത്ത 2 പെങ്ങന്മാര്, അവരെൻ്റെ ആത്മീയ ജീവിതത്തെ ഒത്തിരി ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഞാൻ റണ്ണിങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ, അല്ലാതെ ടൈം എടുക്കും. എൻ്റെ സൺഡേ സ്കൂൾ ലൈഫ് എനിക്ക് ഒത്തിരി, അന്ന് നേഴ്സിങ്ങിന് പോകുന്ന സമയം 18 ഇയേഴ്സ് വരെയും സൺഡേ സ്കൂളിൽ പഠിച്ചൊരു വ്യക്തിയാണ്. മർത്തോമായിൽ ഇങ്ങനെ 1-2 ക്ലാസ് അല്ല, മധ്യവകുപ്പ്, ജ്യേഷ്ഠ വകുപ്പ്, അങ്ങനെ ജ്യേഷ്ഠ വകുപ്പ് വരെയും പഠിച്ചു. അപ്പൊ ആ കാലങ്ങളിൽ ഈ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് നമ്മളോട് ഇങ്ങനെ മിഷണറീസിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുമല്ലോ, ഫാദർ ഡാമിയൻ, മദർ തെരേസ, അങ്ങനെ ഓരോരുത്തരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അതെല്ലാം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അപ്പോഴൊരു മിഷൻ അങ്ങനെ ഒരു ഫീൽഡ്, അതിനോട് വലിയ സ്നേഹം, ഒരു പാഷൻ. അങ്ങനെയാണ് നേഴ്സിംഗ് ആക്ച്വലി സെലക്ട് ചെയ്തത്. പഠന സമയത്തൊക്കെ വലിയൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു, ബ്രൈറ്റ് അല്ലായിരുന്നു, ആവറേജ് ആയിരുന്നു. പക്ഷെ ഞാനൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു.
അതുകൊണ്ട് അങ്ങനെ ആ ഹാർഡ് വർക്കിംഗ് കൊണ്ട് പിന്നെ കൊച്ചു പ്രായം മുതൽ എന്തോ ഒരു ദൈവാശ്രയം എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒത്തിരി മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് ഒത്തിരി കഴിവ് കുറവുള്ള ഒരാളാണ്. ഇവൻ എൻ്റെ സിബ്ലിങ്ങിനെ അപേക്ഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും എല്ലാത്തിനും ഒരു ലോ റിസ്ക് ഉള്ള ലോ കഴിവുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എല്ലാം ഈ ദൈവത്തിൽ ചാരിയാണ് എൻ്റെ വിഷയങ്ങൾ ചെയ്യുന്നത്. ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ പഠിപ്പിച്ചാൽ തന്നെ ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും. അങ്ങനെ ഒരു ടെക്നിക്കൽ സ്കിൽ എനിക്ക് ഒത്തിരി കുറവാണ്. പിന്നെ ഈ വിഷയങ്ങൾ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഇഷ്ടം കൊണ്ട് വായിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് ഒത്തിരിയായിട്ടുള്ളത്. അങ്ങനെ സ്കൂൾ ലൈഫ് കഴിഞ്ഞപ്പം നേഴ്സിങ്ങിന് പോകണമെന്നുള്ള പണ്ടൊക്കെ വീടുകളിൽ ഒരു ജോലിക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളുടെയൊക്കെ സമയത്ത് അതിനും പ്ലസ് എനിക്ക് അതിനോട് വലിയൊരു പാഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നേഴ്സിങ്ങിനെ അപ്ലൈ ചെയ്തു. അപ്പം SLCക്ക് എനിക്ക് ഒരുമാതിരി നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പ്രീ ഡിഗ്രിക്ക് അതിനനുസരിച്ചൊരു മാർക്ക് ഇല്ലായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അന്നൊക്കെ സെക്കൻഡ് ഗ്രൂപ്പാണ് നേഴ്സിങ്ങിന് പോയത്. എനിക്ക് നേഴ്സിംഗ് കിട്ടിയത് സത്യം പറഞ്ഞാൽ അതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ ദൈവത്തിന്റെ ഒരു വലിയ കരുതലും നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വിധങ്ങളെ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് നേഴ്സിംഗ് അഡ്മിഷൻ കിട്ടിയത് ഒരു മെത്തഡിസ്റ്റ് മിഷൻ ഹോസ്പിറ്റലാണ്, കർണാടക കോളാർ എന്ന് പറയുന്ന സ്ഥലത്ത്. അത് അപ്ലൈ ചെയ്യാൻ ഒരു മുഖാന്തരം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫാദറിന്റെ ഒരു കസിൻ അച്ചാച്ചൻ വീട്ടിൽ വന്നപ്പം അദ്ദേഹത്തിന്റെ മൂത്ത മകൾ അവിടെ നേഴ്സിംഗ് പഠിക്കുന്നു, അവിടെ അപ്ലൈ ചെയ്താൽ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ അഡ്രസ്സ് തന്നിട്ട് പോയി. അന്നെല്ലാം ലെറ്ററും അങ്ങനെയുള്ള രീതിയാണല്ലോ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഞാൻ അയച്ചപ്പോൾ അവരെനിക്ക് ആദ്യം അവിടുന്ന് തന്ന റിപ്ലൈ, എലിജിബിൾ പീപ്പിൾ ആർ സെലക്റ്റഡ്, അതായത് എനിക്ക് അഡ്മിഷൻ ഇല്ല, അഡ്മിഷൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാണ് റിപ്ലൈ വരുന്നത്. അപ്പൊ ഞാൻ കരുതി ഓക്കെ എനിക്കിനി എന്തോ ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഫാദർ ഇച്ചിരി സ്ട്രിക്റ്റ് പഠന കാര്യത്തിലൊക്കെ. അപ്പൊ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല എങ്ങും, അവരവര് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും, അവനവൻ തന്നെ വർക്ക് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ എടുക്കണം, അങ്ങനെ പറയാറുണ്ട്. അപ്പം എനിക്ക് വിഷമം, ഇനി എന്തോ ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ സമയങ്ങളിലൊക്കെ 17 ഇയേഴ്സ് കഴിഞ്ഞാലും 18 ഇയേഴ്സ് ആകുമ്പോഴാണ് വലിയൊരൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയുന്നത് നേഴ്സിങ്ങിന് എടുക്കത്തുള്ളൂ. അപ്പൊ ഞാൻ 1 ഇയർ BScക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇതിനെ അപ്ലൈ ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ഓക്കെ ഇനി BSc കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചിരിക്കുമ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെലിഗ്രാം വന്നേക്കുന്നു, ഇമ്മീഡിയറ്റ്ലി ജോയിൻ 1 സീറ്റ് ഈസ് റിസർവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം പെട്ടെന്നൊന്നും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും സമയമില്ലാതെ എൻ്റെ കസിൻ അച്ചാച്ചനെയും കൂട്ടി എൻ്റെ ഫാദർ വിട്ടു. അങ്ങനെ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുമ്പം ഞാൻ പേടിച്ചാ ചെല്ലുന്നത്. കാരണം എനിക്ക് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാനൊന്നും അറിയത്തില്ല. എന്തോ പറയും എന്തൊക്കെ ചോദിച്ചു. അപ്പൊ എൻ്റെ കസിൻ അച്ചാച്ചൻ പറഞ്ഞു, നീ ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്നോട് മലയാളത്തിലേ ചോദിക്കത്തുള്ളൂ, പേടിക്കണം എന്നൊക്കെ പറഞ്ഞതിനെ ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് പോവുകയാണ്. ചെന്നപ്പം പ്രിൻസിപ്പാൾ മലയാളിയാണ്. അവിടെ റൂമിൽ ചെന്നു, സാധനമൊക്കെ വെച്ചിട്ട് ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ടഡാ, 1 വീക്ക് കൂടുതലായി. നീ പോയി ക്ലാസ്സിൽ സാധനം കൊണ്ടുവച്ച് ഫ്രഷ് ആയിട്ട് ക്ലാസ്സിൽ പോയിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ പോയിരുന്നേ. അങ്ങനെ റിട്ടേൺ ഇന്റർവ്യൂ ഓറൽ ഇന്റർവ്യൂ ഒന്നും ഇല്ലാതെ ഓർക്കാതെ ചെന്ന് അഡ്മിഷന് കയറി. അത് കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവരെനിക്ക് പേപ്പർ, അവരുടെ പ്രൊസീജിയർ ഇതിനു വേണ്ടി പ്രോട്ടോകോൾ അനുസരിച്ച് പേപ്പർ തന്ന് ടെസ്റ്റ് എഴുതി. എന്നാൽ ഞാൻ അഡ്മിഷൻ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് അത്യാവശ്യം നേഴ്സിങ്ങിന് കിട്ടാനുള്ള നല്ല മാർക്കുണ്ട്. അന്നത്തെ കാലത്ത് 360 മതി ഫസ്റ്റ് ക്ലാസ്സിന്, എനിക്ക് 385 ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെയുള്ള ഒത്തിരി പേര് റെക്കമെൻഡിലാണ്, എനിക്ക് റെക്കമെൻഡ് ഒന്നുമില്ല. കൂടെ ഉള്ളവരുമായിട്ടൊക്കെ പിന്നെ ഇടപെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരൊക്കെ റെക്കമെൻഡ് വന്നവരാ. അങ്ങനെ മനസ്സിലായത്. പിന്നെ അത് എനിക്ക് നല്ല ഒരു അനുഭവമായിരുന്നു അവിടുത്തെ നേഴ്സിംഗ് പഠനകാലം. കാരണം ഞാൻ പറഞ്ഞല്ലോ മെത്തഡിസ്റ്റ് മിഷൻ ഹോസ്പിറ്റൽ അമേരിക്കൻസ് ആണ് ചെയ്തേക്കുന്ന. അപ്പൊ ഈ അമേരിക്കൻസ് ആയതുകൊണ്ട് അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് മിഷണറീസ്മാരൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് പേരൊക്കെ തിരിച്ചു പോയി. ഞങ്ങൾക്ക് ഇന്ന് രാവിലെയും വൈകിട്ടും ചാപ്പൽ സർവീസ് ഉണ്ട്, അത് മസ്റ്റാണ്. ഫസ്റ്റ് ഇയർ പ്രത്യേകിച്ച് എല്ലാം ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ അവരെല്ലാത്തിനും നിർബന്ധിക്കുമല്ലോ. അപ്പം രാവിലെയും വൈകിട്ടത്തെ മീറ്റിംഗ് ചാപ്പലിലെ സർവീസ് അറ്റൻഡ് ചെയ്യണം. എവരി സൺഡേ മോർണിംഗിലെ വർഷിപ്പ് അവിടെ കന്നഡയിലാണ്, അവിടുത്തെ ചർച്ച്, മെത്തഡിസ്റ്റ് ചർച്ചിൽ. വൈകിട്ടത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫിനും വേണ്ടി ഇംഗ്ലീഷിലാണ്. അത് എനിക്ക് സത്യം പറയാൻ നല്ലൊരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോൾ തൊട്ട് ഞങ്ങളെ തന്നെ ചാപ്പൽ സർവീസ് ചെയ്യണം അവരിടുന്ന അറ്റൻഡൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യണം. അങ്ങനെ ഒരു നല്ല ഒരു ഹോം ഇപ്പോഴൊരു നേഴ്സിംഗ് ഉള്ള പോലെ രീതിയിലല്ല. അന്ന് പഠിത്തവും ജോലിയൊക്കെ നമുക്ക് സ്ട്രിക്റ്റ് ആണെങ്കിലും ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് ഒക്കെ നല്ല ഒരു പേരന്റ് രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഞങ്ങളുടെ സമയത്തെ ജനറൽ നേഴ്സിംഗ് പ്ലസ് മിഡ്വൈഫറി
അതായത് GNM പ്ലസ് മിഡ്വൈഫറി എന്നുള്ള 3 വർഷം നേഴ്സിംഗ് കഴിഞ്ഞിട്ടാണ് മിഡ്വൈഫറി കോഴ്സ്. ഷാൻഡി സിസ്റ്റം അറിയായിരിക്കും. അപ്പോൾ ആ 3 ഇയേഴ്സ് കോഴ്സ് വേറെയാ. എൻ്റെ GNM കോഴ്സ് കഴിഞ്ഞു. എപ്പോഴും ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് ഞങ്ങളെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ തോക്കുന്ന പറഞ്ഞാൽ നമ്മുടെ മലയാളി പിള്ളേരൊന്നും തോക്കത്തൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ എപ്പോഴും നമുക്ക് മാർക്ക് സ്കോർ ചെയ്ത് നമ്മളെ കൊണ്ടുപോകും. നല്ല സപ്പോർട്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞേച്ചും മിഡ്വൈഫറി സ്റ്റാർട്ട് ചെയ്തൊരു 3 months കഴിഞ്ഞപ്പം ഈ 6 monthsന്റെ അകത്ത് ചെയ്യാൻ ഇത്ര കേസസ്, ഇത്ര കേസ് സ്റ്റഡികളെ കുറെ കാര്യങ്ങൾ കാണുമല്ലോ, പ്രാക്ടിക്കൽ എല്ലാം. ഞാൻ 3 months ആയപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒരു 60% കാര്യങ്ങളോളം ചെയ്ത് എനിക്ക് കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് വല്ലാതെ തലവേദന വന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞൊക്കെ വന്നപ്പം തലവേദനയായി. അപ്പം വൈകിട്ട് ആ കാലങ്ങളിലൊക്കെ ഈ 8:30-ക്ക് ഞങ്ങൾക്ക് കുറച്ച് നേരം ഈ ഡൈനിങ് ഹാളിൽ ഒരു TV വെച്ചിട്ടുണ്ട്. എന്റർടൈൻമെന്റിന് വേണ്ടി കുറച്ച് പേരും സ്റ്റുഡൻസിനൊക്കെ കാണാനുള്ള പെർമിഷൻ ഉണ്ട്. ചിത്രമഞ്ജരിയോ ചിത്രഹാർ അങ്ങനെ കണ്ട ഒരു പ്രോഗ്രാമാണ്. അന്നപ്പം നമ്മുടെ കൂടെയുള്ള പിള്ളേരൊക്കെ പോയിരുന്നു കാണാറുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ പേഴ്സണൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ സമയത്താണ്. അന്ന് ഈ മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്നൊക്കെ എന്തോ പാവമാണെന്നൊക്കെ ഉള്ള ഒരു ചിന്ത കൊണ്ട് ഞാൻ ഇത് കാണാൻ പോകാറില്ല. ആ സമയത്ത് ഞാൻ തന്നെ റൂമിലുള്ളത് കൊണ്ട് ഞാൻ ആ സമയത്താണ് പ്രാർത്ഥിക്കുന്നത്. അന്ന് എനിക്ക് ഒരു കേസ് സ്റ്റഡി ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് ഇവര് പോയപ്പോൾ ആ സമയത്ത് എഴുതാനോ എന്തോ ട്രൈ ചെയ്തിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. എൻ്റെ ഹെഡേക്ക് കൂടി വരും. അങ്ങനെ ഇച്ചിരി നേരം ആയപ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യാതായിട്ട് ഞാൻ കിടന്നു. അന്നേരം എൻ്റെ റൂംമേറ്റ് ആനി എന്ന് പറയും, കോട്ടയംകാരിയാണ്. അവള് റൂമിൽ വന്ന് ചോദിച്ചു, നീ എന്താ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ തലവേദന എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം കുറേ സമയങ്ങൾ കഴിഞ്ഞു, ഇങ്ങനെ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. എൻ്റെ തലവേദന കുറയുന്നില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് എന്നാൽ ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലും ഹോസ്റ്റലും എല്ലാം സെയിം കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പം എന്നെ അങ്ങനെ സ്റ്റാഫ് ക്ലിനിക്ക് പോലെ ഒരു ഏരിയ കാണും. നമ്മളെ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റാഫിന് സിക്ക് വന്നാൽ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ എൻ്റെ റൂംമേറ്റുകൾ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് അഡ്മിറ്റ് ആയ വിഷയങ്ങളൊന്നും അത്രയും എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്നവർ പറയുന്ന ഒരുങ്ങുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഫീവർ ഉണ്ടെന്ന് അന്നേരമാണ് മനസ്സിലാവുന്നത്. കൊണ്ടുവന്നപ്പോൾ 102, 103 ഫീവർ ഉണ്ട്. അങ്ങനെ അഡ്മിറ്റ് ആക്കി. പിറ്റേ ദിവസം തൊട്ട് ഈ ടെമ്പറേച്ചർ താഴത്തേ ഇല്ല. എല്ലാ 4 മണിക്കൂറും എനിക്ക് ഒരു ഇഞ്ചക്ഷൻ പാരസിറ്റമോൾ തരുവാണ്. അന്ന് ഈ പാരസിറ്റമോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ IV അല്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ, ഇഞ്ചക്ഷൻ അഗ്നിയിൽ. അത് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അവിടെ തന്നെയുള്ള ഫാർമസി ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. ആ ഇഞ്ചക്ഷന് IM ആയി തരുന്നു. അത് തന്നെ ഇങ്ങനെ 1 ദിവസമായി 2 ദിവസമായി ഇതങ്ങോട്ട് ഈ പനി അങ്ങോട്ട് കുറയുന്നില്ല, ഹെഡേക്ക് കുറയുന്നില്ല, വോമിറ്റിംഗ് ആയി. അപ്പം ഈ അസോസിയേറ്റഡ് സിംറ്റം കേൾക്കുമ്പോൾ ഇപ്പം മെഡിക്കൽ ലൈനിലുള്ള ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാവും. ഫീവർ, വോമിറ്റിംഗ്, ഹെഡേക്ക് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ന്യൂറോ കണക്റ്റഡ് ഉള്ള വിഷയത്തിലും വരും. അപ്പം മെനിഞ്ചൈറ്റിസ് ആണെന്നുള്ള മിക്കവാറും ആൾക്കാർക്ക് മനസ്സിലാവും. UTI ഇതൊക്കെ വരുമെങ്കിലും മെനിഞ്ചൈറ്റിസിന്റെ സിംറ്റം കാണുമ്പോൾ ഏകദേശം അറിയാമല്ലോ. പക്ഷെ എനിക്കറിയത്തില്ല, നമ്മുടെ ഒരു മിസ്ഫോർച്യൂൺ കൊണ്ട് ഫ്രം ദ ബിഗിനിങ് എൻ്റെ ഡയഗ്നോസിസ് മിസ് ചെയ്തു പോയി. കാരണം ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് പനിയായിട്ട് ഞാനൊരു June 16 അഡ്മിറ്റ് ആകുന്നത്. അഡ്മിറ്റ് ആകുന്നതിൻ്റെ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേച്ച് ഞാൻ ഒത്തിരി നേരം കരഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ, അന്നത്തെ നേഴ്സിംഗ് ഭയങ്കര ഹാർഡാണ്. ഇപ്പോഴത്തെ പോലല്ല. കേസ് സ്റ്റഡി ഒക്കെ വെറുതെ ഒന്നും സൈൻ കിട്ടില്ല. അപ്പൊ ഞാൻ 13 ദിവസം കെയർ കൊടുത്ത ഒരു പേഷ്യന്റിന്റെ കേസ് സ്റ്റഡി എൻ്റെ ഈ ട്യൂട്ടർ ഒരു ക്യാൻസൽ ചെയ്തു. അതെനിക്ക് വലിയ സങ്കടമായി. ഇപ്പൊ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് കെയർ എല്ലാം കൊടുത്ത് എല്ലാം ചെയ്ത് പേപ്പറെല്ലാം എഴുതി ഉണ്ടാക്കി കൊണ്ടപ്പോൾ അവര് എനിക്ക് കള്ളത്തരം പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് എപ്പോഴും എല്ലാ വിഷയത്തിനും ഞാൻ ഈ സത്യം പറയുമ്പോൾ പിടിക്കപ്പെടുന്ന ആ ഒരു ട്യൂട്ടറിന്റെ അടുക്ക എല്ലാവർക്കും അറിയാം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി കണ്ണിങ് വേണം. എനിക്കിത് അറിയാൻ വയ്യാത്തതുകൊണ്ടും ഞാൻ അന്നേരം ഇച്ചിരി ഹെൽത്തി ഒക്കെ ആണ്ട് ജോലിയൊക്കെ അങ്ങ് ചെയ്യുന്നതിന് ഒരു കണക്കില്ലാതൊക്കെ പുള്ളിക്കാരി എന്നെ കൊണ്ട് ഇച്ചിരി ഏറെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അങ്ങ് ചെയ്യും അന്നേരം. അങ്ങനെ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ നോക്കുന്ന ഡോക്ടർ, ആക്ച്വലി അദ്ദേഹം ഫിസിഷ്യൻ, ഒരു MD അന്നൊക്കെ ഒരു MD എന്ന് പറയുന്നത് നല്ല ഒരു കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. ആ ഡോക്ടറോട് പറഞ്ഞു, ഇവിടെ ഒത്തിരി കരഞ്ഞു അതുകൊണ്ട്. അപ്പൊ അവര് ഹിസ്റ്റീരിക്കൽ അങ്ങനെ ഒരു രീതിയിൽ അങ്ങ് ഈ അസുഖം അങ്ങ് കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നെ നോക്കുന്നവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ കണ്ടീഷൻ ഓരോ ദിവസം വേഴ്സായി വരുവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ വോമിറ്റിംഗ് ഒന്നും നിൽക്കത്തേ ഇല്ല. എന്നെ ബാത്റൂമിലോട്ട് പിടിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, വീക്കായി പോവാ, വീണ് പോകുന്നു, കണ്ണ് കാണത്തില്ല,
അപ്പം ഈ ഞങ്ങൾക്കൊരു ചാപ്ലൈൻ ഉണ്ട്. അദ്ദേഹം വീൽ ചെയറിലുള്ള ഒരാള്. വീൽ ചെയറിൽ വന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ട്രാക്റ്റുകളൊക്കെ വയ്യാത്ത ഇങ്ങനെ ആൾക്കാരുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ എൻ്റെ ഈ പുള്ളിക്ക് അറിയാം ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് എന്റെ കൊണ്ട് ഈ ട്രാക്ട് തന്നിട്ട് നോക്കിയപ്പം ഗേൾസ് പറയുന്നത് എന്റെ കൈ വിറയ്ക്കുന്നു, എനിക്ക് കാണാൻ വയ്യ, അത് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം ഇവര് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവര് ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ഇടയ്ക്ക് ചെന്ന് ഒരു 4-5 ദിവസമായപ്പോ ഞങ്ങളുടെ ഗേൾസ് ചെന്നേച്ചും പറഞ്ഞു, ഇവളുടെ കണ്ടീഷൻ ഒത്തിരി ബാഡാ, ഇവളിങ്ങനെ വീണ് ഞാൻ എങ്ങനെ നടക്കുന്നത് വരെ ഇവര് കാണിച്ചെന്ന് പറയുന്നു. പക്ഷെ അവര് പറയുന്ന ഹിസ്റ്റീരിക്കൽ പേഷ്യന്റ് ഇങ്ങനെയൊക്കെ ചെയ്യും, യൂറിൻ വരെ ഹോൾഡ് ചെയ്യും. അപ്പൊ യൂറിൻ പോകുന്നില്ല, കാതിട്ടിട്ട് എടുക്കുക, എല്ലാ 6 അവേഴ്സും കാതിട്ടിട്ട് യൂറിൻ എടുക്കുക. അങ്ങനെയെല്ലാം ആയപ്പം ഒത്തിരി ഡിറ്റോറിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന എന്റെ കണ്ടീഷൻ. അതേ സമയത്ത് എന്റെ അമ്മ വീട്ടിലൊരു സ്വപ്നം കണ്ടു. ഒരു വെളുത്ത ഒത്തിരി തലമുടിയുള്ള ഒരു പെൺകുട്ടിയെ ഒരു സ്ട്രെച്ചറെ കിടത്തി 2 സൈഡിലോട്ട് മുടി പിന്നിയിട്ടുകൊണ്ട് ഒരു കൊച്ച് അതിനെ ഇങ്ങനെ സ്ട്രെച്ചറെ കൊണ്ടുവന്നു. അപ്പൊ അമ്മ പറയുന്നുണ്ട്, ജെസിമോളുടെ കത്ത് വന്നിട്ട് കുറെ ദിവസമായാലും എന്താ പറ്റി, അവർക്ക് എന്തെങ്കിലും പറ്റിയോ, ഇങ്ങനെ പറഞ്ഞ് വ്യാകുലപ്പെട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അന്നൊന്നും അത്രയും മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും അവർക്ക് മനസ്സുകൊണ്ട് ഭാരപ്പെടുന്നേ ഉള്ളായിരിക്കും. അതേ സമയത്ത് എന്റെ പ്രിൻസിപ്പാൾ എന്റെ കണ്ടീഷൻ ബാഡാന്ന് അറിഞ്ഞപ്പം എനിക്ക് ഷീസ് ഹാവിങ് ടൈഫോയിഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടെലഗ്രാം എന്റെ വീട്ടിലോട്ട് അയച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പം എന്റെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൾ ഒരുപക്ഷെ ഇവരുമായിട്ട് മെഡിക്കൽ സൂപ്രണ്ടും പ്രിൻസിപ്പളിന്റെ ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്യണമെന്ന് ഓർത്തിച്ച് ദിവസം വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അത് പുള്ളിക്കാരിക്ക് വന്ന് കണ്ടപ്പം മനസ്സിലായി എന്റെ കണ്ടീഷൻ ഇങ്ങനെ പോയാൽ റിസ്ക് ആണെന്ന് മനസ്സിലായപ്പം അവിടുത്തെ ഒരു പീഡിയാട്രീഷ്യനെ വിളിച്ചുകൊണ്ട് വന്നേച്ചും, ഡോക്ടർ ഡേവിഡ്, അദ്ദേഹം വന്ന് നോക്കിയിട്ട് പറഞ്ഞു, സിസ്റ്റർ വാട്ട് ആർ യു ഡൂയിങ് വിത്ത് ദിസ് യങ് ഗേൾ, വി വിൽ ലൂസ് ഹെർ, ഷീസ് ഹാവിങ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞു. അദ്ദേഹം വല്ല യൂറോ ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കിയായിരിക്കും, അസസ്മെന്റ് വല്ലതും. ഇതൊക്കെ ഗേൾസ് പറഞ്ഞ് എനിക്ക് അറിയാവുന്നതാണ്. അതേസമയം തന്നെ ഇത് ഹോസ്പിറ്റലിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കിനും ഈ അന്ന് അവിടെ ലേബർ യൂണിയൻ ഉണ്ട്, ഞങ്ങളുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. അവര് ആ ലീഡറിന്റെ അണ്ടറിൽ അവിടെ സ്ട്രൈക്ക് തുടങ്ങി ഹോസ്പിറ്റലിന്റെ അകത്ത്. അപ്പൊ ലോക്കൽ ഗേൾസ് 5-6 പേര് ഞങ്ങളുടെ ജൂനിയർ ബാച്ച് സീനിയർ ഒക്കെ ആയിട്ടുള്ളവര് അവരുടെ ബ്രദേഴ്സ് ഒക്കെ കോമ്പൗണ്ടിന്റെ അകത്ത് വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഏതായാലും അതിന്റെ അടുത്ത ദിവസം എന്നെ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അന്നേരത്തേക്കും ഞാൻ കോമയിലായി. അമ്മ കണ്ട സ്വപ്നം പോലെ തന്നെ സ്ട്രെച്ചറെ ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത്. അപ്പൊ അന്ന് കോളാറിയിൽ നിന്ന് ബാംഗ്ലൂരിന് ഒരു 1.5 മണിക്കൂർ വേണം. പക്ഷെ ഞങ്ങളുടെ ആ ഡ്രൈവർ അന്നേരം ഗേൾസ് പറഞ്ഞ 45 മിനിറ്റ് കൊണ്ട് റോഡ് അത്ര ഫാസ്റ്റ് ആയിട്ട് എന്നെ കൊണ്ടുവന്നു. അവിടെ എമർജൻസി ചെന്നപ്പം ഡോക്ടേഴ്സ് ചോദിച്ചു, അവർക്കെല്ലാം ഭയങ്കര ഷോക്കായി, യു ആർ ബ്രിങ്ങിങ് എ നേഴ്സിംഗ് സ്റ്റുഡന്റ് ലൈക്ക് ദിസ് എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എമർജൻസി വെച്ച് തന്നെ LP ലംബാർ പഞ്ചർ ചെയ്തു. അപ്പൊ അതിന്റെ പ്രഷറൊക്കെ ഭയങ്കരമായിരുന്നു. അവര് പറഞ്ഞു, അങ്ങ് സൂചി അങ്ങോട്ട് കയറ്റിയപ്പോഴത്തേക്കിനും അവര് പ്രതീക്ഷിക്കാത്ത പോലെ പ്രഷിതങ്ങ് നമ്മുടെ ഫ്ലൂയിഡ് അങ്ങ് ചീറ്റുമായിരുന്നു പറയുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി, പക്ഷെ രക്ഷപ്പെടുവെന്ന് ഒത്തിരി ലേറ്റ് ആയി പോയില്ലേ, 10 ഡേയ്സോളം വേസ്റ്റ് ആയി പോയി. അതുകൊണ്ട് ഇനിയും ആളിനെ കിട്ടുവോ, കോമയിൽ പോയി ബ്രെയിൻ ഡെത്ത് ആണെന്നുള്ള രീതിയിലാണ് പിന്നെ എല്ലാവരുടെയും ഒരു അസസ്മെന്റ്. അങ്ങനെ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു, ICUവിൽ അഡ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ CT സ്കാൻ ചെയ്തു. ആ സമയത്ത് എന്റെ ബ്രദർ ബോംബെയിൽ ഉണ്ട്. അത് ഒരു പുതിയ ജോലിയിലോട്ട് എന്റെ ബ്രദർ അങ്ങോട്ട് കയറുതേ ഉള്ളൂ. 1 വീക്ക് ജോലി ചെയ്തേ ഉള്ളൂ. അദ്ദേഹം വിവരം അറിഞ്ഞ് പെട്ടെന്ന് എന്റെ മൂത്ത ബ്രദർ അവിടുന്ന് ബാംഗ്ലൂരിന് വന്നു. എന്റെ നേരെ ഇളയ സിസ്റ്റർ അവളന്ന് ഹോൾസ്വർത്ത് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ മൈസൂരിൽ അവൾ അന്നേരം അവിടെ സെക്കൻഡ് ഇയറിലോട്ട് ജസ്റ്റ് പാസ് ഔട്ട് ആയി. അപ്പൊ ഞങ്ങളുടെ പ്രിൻസിപ്പൾ അവരുടെ പ്രിൻസിപ്പളിനെ വിളിച്ചു പറഞ്ഞ് അവള് വന്നു. പിന്നെ നാട്ടിൽ നിന്ന് എന്റെ ഫാദർ എന്റെ കസിൻ അച്ചാച്ചന്മാരോടൊക്കെ അവരോടെല്ലാം പറഞ്ഞു വിടുമ്പോ അവര് ചോദിക്കുന്നുണ്ട്, അച്ചായൻ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ചാച്ചൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ അവളെ വന്ന് കാണണ്ട, ദൈവത്തിന് ഇഷ്ടമുണ്ടെന്ന് വരി അവളെ എന്നെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നാൽ മതി, ഈ സ്റ്റേജിൽ പോയി എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ 1-2 അങ്കിൾമാരും കസിൻ അച്ചാച്ചന്മാരും ഒക്കെ വന്നു. സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വന്ന് കാണുമ്പം എല്ലാവർക്കും തന്നെ ഇനിയും എന്നെ അല്ലാതെ ഈ രീതിയിൽ എങ്ങനെ ആയിരിക്കും ഒരു രക്ഷയുണ്ടെന്നുള്ള രീതിയിൽ എല്ലാവരും കാണുന്നത്. അപ്പം എന്റെ പേരൻസിന് അടുത്ത ടെലഗ്രാം വരുന്നുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാല് ഇവളെ ഞങ്ങൾ ആംബുലൻസിലായിരിക്കും കൊണ്ടുവരുന്നത്, നിങ്ങൾ അപ്പം അതിന്റെ ചെലവ് വീട്ടുകാരെടുക്കണമെന്ന്. അവർ കൊണ്ടുവരുന്ന ആംബുലൻസ് ചെലവ് ബാംഗ്ലൂർ ടു വീട്ടിൽ കൊണ്ടുവരുമ്പോ അതിന്റെ ചെലവ് വീട്ടുകാരെടുക്കണം. അപ്പം അന്ന് തൊട്ട് നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും ഡെഡ് ബോഡി വെയിറ്റ് ചെയ്തിരിക്കുക. എന്റെ അമ്മ അന്നേലെ ഗ്രാമപ്രദേശമാകൊണ്ട് വല്ലപ്പോഴും ആണെങ്കിലും ഒരു വണ്ടികൾ വല്ലതും വരുന്നത്, ജീപ്പോ ഒരു ലോറിയോ കാളവണ്ടിയോ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ശബ്ദം നമ്മളെല്ലാവരും കേൾക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ എന്തെങ്കിലും ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം എന്റെ അമ്മ ഈ കിടക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങി ഒന്ന് പുറത്ത് വന്ന് വരാന്റെ
തിണ്ണയുടെ വരാന്ത ഇറങ്ങി നോക്കി വെച്ച് പിന്നെയും കയറിപ്പോയി കിടക്കും. കാരണം വണ്ടി വല്ലതും വന്നപ്പോൾ ആംബുലൻസ് വരുവാണോ എന്ന് ഇങ്ങനെ അവരൊന്നും കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നോക്കുമ്പോൾ ഇറങ്ങി പോവും. എൻ്റെ ഫാദറിന് അന്ന് പലചരക്ക് കടയാ, കച്ചവടം. അപ്പൊ അച്ചാച്ചൻ രാവിലെ കടയിൽ പോകും, വിശന്ന് വരിയില്. എൻ്റെ ഫാദർ ഭയങ്കര ഒരു സ്ട്രോങ് മൈൻഡ് ഉള്ള ഒരാളാ. അങ്ങനെ ഒന്നും ഒരു കരയുന്ന വ്യക്തിയല്ല. ഒത്തിരി വിഷയത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളപ്പോൾ അതെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട് നല്ലതായിട്ട്. അപ്പം എല്ലാവരും അന്നാണ് എൻ്റെ ഫാദർ ഒന്ന് കരഞ്ഞ ആൾക്കാരല്ലാതെ കണ്ടിട്ടില്ല. ആ സമയത്തൊക്കെ അങ്ങനെ വലിയൊരു വിഷയം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആൾക്കാർ, അന്നത്തെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാർ തമ്മിൽ ഭയങ്കര ബോണ്ടേജ് സ്നേഹമാണല്ലോ. എല്ലാ അയൽവക്കക്കാരും വരുന്നു പോകുന്നു, ചർച്ച. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളി ഗേൾസ് എല്ലാവരും കൂടെ ഏകദേശം ഒരു 13 ഗേൾസ് ഉണ്ട്. മിക്ക ആൾക്കാരും കോട്ടയം ഏരിയ ആണ്, മണർകാട്, പുതുപ്പള്ളി. അവരെല്ലാരും അവരവരുടെ വീടുകളിലോട്ട് പറഞ്ഞ് 13 പ്രയർ ഗ്രൂപ്പ് ആൾക്കാര് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കോട്ടയത്ത്. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അവർ ചേംബർ അനൗൺസ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് അനൗൺസ് ചെയ്ത് എല്ലാ സ്റ്റുഡൻറ് സ്റ്റാഫുകളെല്ലാം ചേംബർ സ്റ്റാർട്ട് ചെയ്തു. എന്നെ പഠിപ്പിച്ച ഒരു അനാട്ടമി ഫിസിയോളജി പഠിപ്പിച്ച സിസ്റ്റർ, വെല്ലൂർ എന്നുള്ള സിസ്റ്ററാണ്. ആ സിസ്റ്റർ പോൾ ദിനകറിന്റെ മിസ്സസിനെ അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവര് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഈ കുട്ടി മരിക്കത്തില്ല എന്ന്. അന്നേരം തന്നെ ഞങ്ങളുടെ സിസ്റ്ററോട് റിപ്ലൈ പറഞ്ഞു. അങ്ങനെ അവിടെ ആ ഒരു വിഷയം കിടക്കുന്നതിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചും എല്ലാവരുടെയും അസസ്മെന്റ്, അഥവാ രക്ഷപ്പെട്ടാലും പാരലൈസ്ഡ് ആയി പോകും. അപ്പൊ എൻ്റെ അനിയത്തി വന്ന് എന്നെ കാണാൻ വരുമ്പോഴേ, അവള് കൊച്ചല്ലേ, അവൾക്ക് അധികം അറിവില്ലല്ലോ. അവളോട് അപ്പം തന്നെ എൻ്റെ പ്രിൻസിപ്പാൾ നേരിട്ട് പറഞ്ഞു, നിനക്കറിയാമല്ലോ മെനിഞ്ചൈറ്റിസ് വന്ന ഐദർ ഷി വിൽ ലൂസ് ഹെർ സൈറ്റ് ഓർ ഷി വിൽ ലൂസ് ഹെർ ഹിയറിംഗ് എന്ന് പറഞ്ഞു. ഓർ ക്യാൻ ബി വിൻ പാരലൈസ്ഡ് ഓൾസോ, ബിക്കം ഓൺ വീൽ ചെയർ. ഇങ്ങനെ 1-2 വാക്ക് അവളോട് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണ് അവള് വരുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ മിട്രറാണി എന്ന് പറഞ്ഞ സിസ്റ്റർ അടുത്ത ദിവസം ക്ലാസ് തുടങ്ങുമ്പോൾ എന്നെ സെന്റ് ജോൺസിലൊക്കെ ആക്കി കഴിഞ്ഞ് തുടങ്ങുമ്പം ഡോക്ടേഴ്സിന്റെ അവിടുത്തെ റെസ്പോൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഗേൾസിനോട് പറയുന്ന വാക്കാണ്. അതൊക്കെ ഗേൾസ് പിന്നെ പറയുന്നത് നമ്മൾ പിന്നെ ഓർക്കുന്ന കാര്യമാണ്. പൂവർ അന്നമ്മ, ഹാഷി എവർ തോട്ട് ഹെർ ലൈഫ് വിൽ ബി ഓൺ വീൽ ചെയർ. അങ്ങനെ ഒരു അസംഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ എൻ്റെ റൈറ്റ് സൈഡ് പാരലൈസ് ആയി. CT സ്കാൻ ചെയ്തപ്പം ആ ഡോക്ടർ പറഞ്ഞു, CT സ്കാനിന്റെ റിപ്പോർട്ട് കണ്ടു പറഞ്ഞു, ഇവിടെ ബ്രെയിൻ, അതൊരു വലിയൊരു അത്ഭുതമാണ്, ഇവിടെ ബ്രെയിൻ സെല്ലൊന്നും ഡാമേജ് ഇല്ല, ആള് രക്ഷപ്പെടുവാണെന്ന് വരിയില്ല, സെല്ലൊന്നും ഡാമേജ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം CT സ്കാൻ കഴിഞ്ഞേച്ച് എൻ്റെ ഒരു കസിൻ ചാച്ചൻ എന്നോട് പിന്നെ എപ്പോഴും എന്നെ കാണുമ്പോൾ ഒരു ചിരിച്ചോണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയുന്നതാണ്. ഈ CT സ്കാൻ കഴിയുമ്പോൾ എന്നെ ചുമ്മാ ഒരു ബോഡി, ഒരു വെജിറ്റബിൾ ഇട്ടേക്കുന്ന പോലെ വണ്ടിയിൽ ഇട്ടേക്കുവാണ്. എല്ലാവരും കൂടെ റിപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടി എൻ്റെ റിലേറ്റീവ്സും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്, അവരെല്ലാവരും കൂടെ CT സ്കാൻ റൂമിന്റെ വാതിൽക്ക് നിൽക്കുമ്പോൾ ഈ അച്ചാച്ചൻ നോക്കുമ്പം ആംബുലൻസിന്റെ പടിയേല് ഒരു കാക്ക വന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു ചിരിക്കുന്നത്, നിന്റെ കണ്ണ് ആ കാക്ക കൊത്തിക്കൊണ്ട് പോയതിനെ ഞാൻ ഓടിച്ചെല്ലുമായിരുന്നു. കാരണം കാക്ക നോക്കുമ്പോൾ ഒരു ഡെഡ് ബോഡിയാ കിടക്കുന്നു, അത് കൊത്താൻ വേണ്ടി കാക്ക വരുക. അങ്ങനെ ഞാൻ ശരിയായി കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ചാച്ചൻ ഇങ്ങനെ പറയും, എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എപ്പോഴും ഞങ്ങളുടെ ആൾക്കാർ നല്ല മോറൽ സപ്പോർട്ടാണ്, എല്ലാത്തിനും നല്ല കെയറിങ് ഞങ്ങളുടെ ട്യൂട്ടേഴ്സൊക്കെ. എൻ്റെ ഒരു കസിൻ ചേച്ചി അന്നേരം അവിടെ ഓൾറെഡി പുള്ളിക്കാരി ആക്റ്റീവ് സ്റ്റാഫ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറച്ചാണ്ട് ഒരു നേഴ്സിംഗ് കഴിഞ്ഞ ചേച്ചി ഇങ്ങനെ ബോൺസ് ടൈമിൽ ആ ചേച്ചി അങ്ങനെ ഞങ്ങളുടെ തന്നെ ഒരു ക്ലിനിക്ക് ദൂരെയുണ്ട് ഗ്രാമപ്രദേശത്ത്, അവിടുന്ന് ഡൊഡനഹല്ലി എന്ന് പറഞ്ഞ ആ സ്ഥലത്തുനിന്ന് പുള്ളിക്കാരിയെ വരുത്തി എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി 1 മന്തിലേക്ക് 1 മന്ത് അവരുടെ രൂപം അന്നേരം അങ്ങനെ ലീവ് കൊടുത്ത് വിട്ടു. ആ സുജമാമയെന്നാണ് ഞാൻ വിളിക്കുന്നത്, എന്നെക്കാട്ടി 1 ഇയർ മൂത്തതേ ഉള്ളൂ. റേച്ചൽ എന്ന് പുള്ളിക്കാരുടെ ഒബിഷനെയും പുള്ളിക്കാരി എന്നെ ഒത്തിരി നന്നായിട്ട് നോക്കുമായിരുന്നു. ആ കെയർ ദൈവം ചെയ്ത അത്ഭുതം പോലെ തന്നെ പുള്ളിക്കാരുടെ കെയറിനെ പറ്റി എല്ലാവരും എന്നോട് പറയാറുണ്ട് അത് കഴിയുമ്പോൾ. കാരണം ന്യൂറോ റെസ്പോൺസ് അറിയാൻ വേണ്ടി ഈ ഡോക്ടേഴ്സ് ഗ്ലാസ്കോസ് കോമ സ്കെയിലൊക്കെ ഇവർ നോക്കുമല്ലോ, അങ്ങനെ അറിയാൻ വേണ്ടി എപ്പോഴും പുള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കണമെന്ന്. അവര് പറഞ്ഞു ഒരു ദിവസം ഒരു 100 ടൈംസ് പുള്ളിക്കാരി എന്നോട് ജെസിമോൾ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. പിന്നെ ഇങ്ങനെ എൻ്റെ എപ്പോഴേലും ഒരു അനക്കം ഉണ്ടോ, എങ്ങനെയാണെന്ന അവര് എനിക്ക് തോന്നുന്ന എന്നെ വെന്റിലേറ്ററിൽ ഇടാതിരുന്നത് അവരുടെ ചിന്തിക്കുന്ന ബ്രെയിൻ ഡെത്ത് ആയ ഒരാളെ ഇനി എന്തിനാ വെന്റിലേറ്ററിൽ ഇടുന്നുള്ള രീതി വെന്റിലേറ്ററിൽ ഇടാതെ ICUലാക്കിയേക്കുക. അപ്പൊ അതുപോലെ തലമുടിയെല്ലാം ചീകി പിന്നിട്ട് എൻ്റെ കെയറെല്ലാം പുള്ളിക്കാരി ഒത്തിരി നന്നായിട്ട് ചേച്ചി വളരെ ക്ഷമയോടെ ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനകൾ നീണ്ടു. ആ സമയത്ത്
ഈ ഞാനൊരു മെഡിക്കൽ ഒരു സ്പെസിമെൻ അവിടെയുള്ള സ്റ്റുഡൻസിന് ഒരു സ്പെസിമെൻ പോലെ ഇങ്ങനെ അവരുടെ പ്രൊഫസേഴ്സ് എല്ലാം കൊണ്ടുവരും, സ്റ്റുഡന്റുമായിട്ട് വരും, പഠിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഒരു അതിന്റെ അടുത്ത വാർഡിൽ കാർഡിയാക് വാർഡിൽ നിന്ന് ഒരു സിസ്റ്റർ മാവരൂസ് എന്ന് പറഞ്ഞ സിസ്റ്റർ മിക്കവാറും എന്നെ കാണാൻ വരും. എന്റെ ബ്രദർ എന്നോട് പറയുന്നത് രാവിലെ കാണാൻ വരും. അവിടെ എല്ലാവർക്കും അങ്ങ് ഭയങ്കര പരസ്യം പോലെയായി ഒരു നേഴ്സ് സ്റ്റുഡന്റ് ഇങ്ങനെ കിടപ്പണം. ഒത്തിരി പേർക്ക് അറിയാം പൊതുവെ. അപ്പൊ അങ്ങനെ ഈ സിസ്റ്റർ കാണാൻ വന്നപ്പം എല്ലാ ദിവസവും ഇങ്ങനെ എന്റെ താടിക്ക് തട്ടി വെച്ച് ഇങ്ങനെ ജെസ്സി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു 15 ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോ ഒരു ദിവസം വന്നേച്ച് പുള്ളിക്കാരി എന്റെ താടിക്ക് തട്ടേച്ച് അപ്പം അവരും എന്റെ പേര് അന്നമ്മേന്നാണ് രീതി എന്റെ കൂടെ നിൽക്കുന്ന ചേച്ചി ജെസിമോൾ എന്ന് വിളിക്കുന്നതുകൊണ്ട് അവരും വിളിക്കുന്ന ജെസ്സിന്ന്. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഈ സിസ്റ്റർ പറഞ്ഞു, ജെസ്സി സേ ഗുഡ് മോർണിംഗ് എന്ന്. അന്നേരം ഞാന് അറിയാതൊരു വാക്ക് ഇങ്ങനെ ഗുഡ് എന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വിളിക്കാനും പറയാനും തുടങ്ങി. അത് കഴിഞ്ഞ് എന്റെ ബ്രദർ ഞാൻ ഓക്കെ ആയി റിക്കവർ ആയി കഴിഞ്ഞപ്പം ഈ വീൽ ചെയറിൽ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഉടനെ ഈ സിസ്റ്ററിനെ അടുത്ത വാർഡിൽ കൂടെ കോറിഡോറിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ സിസ്റ്റർ കാണുന്ന ഉടനെ എന്റെ ബ്രദറിനോട് പറയുന്ന, സണ്ണി ദാറ്റ് ഗുഡ് വാസ് എ ഗുഡ് നോ എന്ന്. അന്ന് പുള്ളിക്കാരി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു ഗുഡായിട്ട് തന്നെ മാറി. അവർക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ പിന്നെ ഫിസിയോതെറപ്പി ഒക്കെ തന്ന് ഈ സമയത്ത് അവിടെ എന്നെ പെട്ടെന്ന് റിക്കവർ ആകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് റിക്കവർ ആയി. അങ്ങനെ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് എനിക്കെന്നുള്ള ഡയഗ്നോസിസ് ഒക്കെ ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് തന്നു. അപ്പം TB ആന്റിജൻ പോസിറ്റീവാ TBയുടെ. അതുകൊണ്ട് TBയുടെ 1 ഇയർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തന്നെ 18 ദിവസം ആയപ്പോഴത്തേക്കിനും ICU മാറ്റി 20 ഡേയ്സ് ആകുന്നതിനകത്തേക്കിന് ഡിസ്ചാർജ് ചെയ്തു. പെട്ടെന്ന് റിക്കവറി ആയിരുന്നു. ഒരു കഷ്ടിച്ച് 22 ഡേയ്സേ കടന്നിട്ടുള്ളെന്ന് തോന്നുന്നു. ഡിസ്ചാർജ് ചെയ്തു. അന്നേരം വൺ സൈഡ് വീക്കാ, ഫിസിയോതെറപ്പി എല്ലാം തരുന്നുണ്ട്. പക്ഷെ നടക്കാൻ തുടങ്ങിയപ്പം പിന്നെ പെട്ടെന്ന് എനിക്ക് ബാലൻസ് ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ. റിക്കവറി അങ്ങ് പെട്ടെന്ന് നടന്നു. അങ്ങനെ അവര് പറഞ്ഞു ഇനി 3 months റെസ്റ്റ് എടുക്കണം, പിന്നെ പഠിത്തമൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓർമ്മയില്ല എനിക്ക്. അന്നേരം എനിക്ക് ആൾക്കാരെ കാണുമ്പം അവരെ അറിയാവുന്ന നമുക്ക് പേരറിയത്തില്ല. അവരോട് അറിയാൻ വയ്യെന്ന് പറയാനും വിഷമം, വന്ന് സംസാരിക്കും. അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, ഇവളൊരു മെനിഞ്ചൈറ്റിസ് കഴിഞ്ഞ് വന്ന പേഷ്യന്റ് ആണെന്ന് ആര് പറയാം. അന്ന് ഈ 2 ഫീഡിങ് ഒക്കെ തന്ന് ഞാൻ പിന്നെയും എന്നെ നോക്കിയാൽ പിന്നെ നല്ല ഫ്രഷ് ഹെൽത്തി ആയിട്ടായിരിക്കും. ഒരു അസുഖം വന്ന ആളാന്ന് തോന്നത്തില്ല. അങ്ങനെ വീട്ടിൽ വന്ന് 3 മാസം എന്റെ ബ്രദർ കൂടെ വന്ന് ഫിസിയോതെറപ്പി തന്നു. നാട്ടിൽ വന്നപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എല്ലാ ആൾക്കാരും രാവിലെ തൊട്ട് വിസിറ്റിങ്ങിന് എല്ലാവരും രാവിലെ 6 മണി കഴിയുമ്പോൾ തൊട്ട് വരാൻ തുടങ്ങും ഓരോ. അപ്പൊ എന്റെ ഫാദർ പറയും, മോളെ നിനക്ക് അറിയത്തുള്ളൂ, നിന്റെ ക്ഷീണം എത്രയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, വരുന്നവർക്ക് അറിയത്തില്ല, നീ റെസ്റ്റ് എടുക്കണം, നീ കിടന്നോണം. അപ്പൊ എന്റെ ഫാദർ എന്നോട് ഒരു വാക്ക് ചോദിക്കും, മോളെ ലാസറിന്റെ വീട്ടിൽ അപ്പൊ എന്തുവായിരുന്നിടി അന്ന്? ഇവിടത്തെ ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞൊരു അവസ്ഥ ഇന്ന് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട്. അപ്പൊ ലാസറിന്റെ വീട്ടിൽ അന്ന് എങ്ങനായിരുന്നായിരിക്കും മനുഷ്യർ ചെന്നുകൊണ്ടിരുന്ന ഇങ്ങനെ പറയും. അങ്ങനെ എന്റെ ഫാദറിന്റെ ആ ഏജിലോ ആ സമയത്തുള്ളവരെല്ലാം ഞാൻ എവിടെയെങ്കിലുമൊക്കെ അവധിയൊക്കെ പോയിട്ട് വരുമ്പോൾ കാണുമ്പോൾ ജോർജുട്ടിയുടെ മോളാന്ന് പറയുമ്പോൾ എന്നോട് ചോദിക്കും ജോർജുട്ടിയുടെ മൂത്ത മോളാണെന്ന്. കാരണം കാണാത്തവർക്കും കാണുന്നവരും എല്ലാം എന്നെ അങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞ് എല്ലാവരും അങ്ങ് ഒരു പ്രത്യേക രീതിയിൽ എല്ലായിടത്തും അങ്ങ് അനൗൺസ്മെന്റ് ആയി. അങ്ങനെ പ്രാർത്ഥനകളുടെ ഒരു മറുപടി കണ്ടു. എന്നാൽ ഞാൻ ആ സമയത്ത് കർത്താവിനെ ചെറിയ പ്രായത്തിൽ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിലും വചനം വായിക്കുന്നുണ്ട്, അതിന്റെ എല്ലാം കാര്യങ്ങൾ അറിയാവുന്ന ആ സമയത്ത് അറിയാവുന്ന കേൾവി പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഞാനപ്പം എന്നെ കണ്ടു കഴിയുമ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ അസസ് ചെയ്യുന്ന കാര്യം കൂടി കൂട്ടത്തിൽ പറയുവാണ്. എന്നെ കാണുമ്പോഴെല്ലാം ഈ ഞങ്ങളുടെ ഹൗസ് കീപ്പിന്റെ സ്റ്റാഫുകളും ആൾക്കാരൊക്കെ എന്നോട് പറയോ അപ്പൊ അതായത് ഞാൻ നല്ലവളായതുകൊണ്ടാണ് ദൈവം എന്നെ വിടുവിച്ചെന്ന്. അന്നേരമൊക്കെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളും ചിന്തിക്കുന്നത് നമ്മളുടെ നല്ല പ്രവൃത്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒക്കെ ദൈവം വിടുവിച്ചതാണെന്ന് അന്ന് അറിയാത്ത രീതിയിൽ ചിന്തിക്കുക. എന്നാൽ പിന്നീട് ഒരു അനുഭവത്തിൽ കൂടെയും ജീവിത വീക്ഷണത്തിൽ കൂടെയും ഞാൻ പഠിച്ചു, ദൈവം കരുണയുള്ളവനാ. ഇതൊന്നും നോക്കിയല്ല, മനുഷ്യന്റെ വിശ്വാസത്തിന്റെ അളവ് പോലും നോക്കിയല്ല ദൈവം സൗഖ്യം കൊടുക്കുന്നത്, അല്ലെ ജീവിതത്തിന്റെ വിശുദ്ധി നോക്കിയോ ഒന്നുമല്ല. ദൈവത്തിന്റെ കരുണയും കൃപയും ദൈവം ചിലരെ വെക്കുന്നാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പേരിലും. അന്ന് എന്റെ പേരൻസ് പലരും മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും എന്റെ ഫാദറിനോട് പലരും പറഞ്ഞു ഇങ്ങനെ ഇന്ന പള്ളിയിൽ നേരണമെന്നൊക്കെ. പക്ഷെ എന്റെ ഫാദർ അങ്ങനത്തെ വിശ്വാസം ഉള്ള ആളല്ലാത്തതുകൊണ്ട് പറഞ്ഞു, ഞാൻ അവളെ ഒരു പള്ളിക്ക് നേരത്തില്ല, ദൈവത്തിന് വേണ്ടി
ഏൽപ്പിച്ചേക്കുക, അല്ലാതെ ഒരു പള്ളിയിലും നേരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ചാച്ചൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ ദൈവം ആരോഗ്യത്തോടെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആത്മീയ ജീവിതത്തില് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ് എൻ്റെ 2 ആന്റിമാരെന്ന്. അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞേലേ പറ്റത്തുള്ളൂ. എൻ്റെ വലിയ ആന്റിയെ കല്യാണം കഴിച്ചേക്കുന്നത് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അമ്മച്ചി മർത്തോമായിന്ന് പോയെങ്കിലും അവിടെ ചെന്നിട്ട് അമ്മച്ചിയുടെ ഈ വിശ്വാസ ജീവിതത്തിൽ യാതൊരു മാറ്റവും. ഒരു രാവിലെ എണീറ്റ് പാട്ട് പാടുന്ന, പ്രാർത്ഥിക്കുന്ന, അവിടുത്തെ പള്ളിയിലൊക്കെ പോകുമെങ്കിൽ അമ്മച്ചിയുടെ രീതികളും കാര്യങ്ങളും എല്ലാം ഒന്നും പ്രൊട്ടസ്റ്റന്റ് രീതിയിൽ നിന്ന് അമ്മച്ചി വിട്ടിട്ടില്ലായിരുന്നു. ഭയങ്കര ഫെയ്ത്താ. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇവര് സംസാരിക്കുമ്പോൾ ഈ 2 അമ്മച്ചിമാരും വരുമ്പോൾ നമുക്കന്ന് ഭയങ്കര സന്തോഷം. അപ്പുറം ഇപ്പുറം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, അവരിങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കും. അങ്ങനെ അമ്മച്ചി ഞങ്ങളുടെ വീട്ടിലെ എന്റെ മൂത്ത അമ്മച്ചി വരുമ്പം ചില വിഷയങ്ങൾ വരും. ഞാൻ ചെറിയ പ്രായത്തിൽ പഠിച്ചൊരു വാക്യമാണ്, നമുക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. അത് എന്റെ ഫാദറിന് ഒരു വിഷയം ഉണ്ടായപ്പോ എന്റെ അമ്മച്ചി അന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ അമ്മച്ചിയുടെ കൂടെ അപ്പുറത്തെ കട്ടിലിരുന്ന് കേൾക്കുന്നതാണ്. അന്ന് എന്റെ ഹൃദയത്തിൽ ആ വാക്യം ഞാൻ പഠിച്ചു വെച്ചു. പിന്നെ എന്റെ ചെറിയ ആന്റി എന്ന് പറയുന്ന അച്ചാച്ചന്റെ നേരെ മൂത്ത, ഞങ്ങൾ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അമ്മച്ചി ചിലപ്പം ചില ആൾക്കാർക്ക് അറിയായിരിക്കും, പാസ്റ്ററൊക്കെ അറിയുമോ എന്നറിയില്ല, തിരുവല്ല തോലശ്ശേരി ഒരു ടീന റെസ്റ്റോറന്റ് ഉണ്ട്. ആ ടീന റെസ്റ്റോറന്റ് എന്റെ മാവി അമ്മച്ചിയുടെ മക്കളുടെയാണ്. ആ അമ്മച്ചി അപ്പച്ചനും 2 പേരും മരിച്ചുപോയി. അമ്മച്ചി മരിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ലോസ് ആയിപ്പോയി. നല്ല അമ്മച്ചി വിശ്വാസം TPM-ലായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ അമ്മച്ചി ഈ രോഗസൗഖ്യമൊക്കെ അനുഭവിച്ച് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് അമ്മച്ചി കെട്ടിച്ചു വിട്ടത് CSIയിലാണ്. അങ്ങനെ അപ്പച്ചൻ്റെ ഒരു രോഗത്തോട് അനുബന്ധിച്ച് അമ്മച്ചി വിശ്വാസ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി. അപ്പച്ചൻ ഈ തലവേദന മാറാതെ പലരെയും വിളിക്കുകയും പല കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് പലരൊന്നും വിശ്വസിക്കാതെ അതെല്ലാം എടുത്തു മാറ്റി പല ട്രീറ്റ്മെന്റും ശരിയാവാഞ്ഞപ്പം അപ്പച്ചൻ്റെതായ രീതിയിലൊക്കെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ അമ്മച്ചി അംഗീകരിക്കാതെ അങ്ങനെ വലിയ വിടുതൽ അപ്പച്ചന്റെ തലവേദനയിൽ മക്കളോട് പറഞ്ഞ് ചുറ്റി വരുന്ന എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അപ്പച്ചൻ അന്ന് സൗഖ്യമായി ആ തലവേദനയിൽ നിന്ന്. അത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ പോയ ആൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ അടുക്ക കൂടെ വന്നിരുന്നു. അമ്മച്ചി ബന്ധുക്കോസിലല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ ചെല്ലുമ്പോൾ സ്തോത്രമൊക്കെ പറയുമ്പോൾ ആൾക്കാർ നോക്കാൻ തുടങ്ങി. അങ്ങനെ ബുദ്ധിമുട്ടായപ്പോഴാണ് അമ്മച്ചി ആദ്യകാലങ്ങളിൽ KV ചെറിയ നവജീവോദയം അവരുടെ പ്രേയറിനൊക്കെ പോവുകയും പിന്നെ കാലക്രമേണ TPM-ലായി. അപ്പൊ അമ്മച്ചിയുടെ അടുക്ക ഞാൻ ഈ കൊച്ചിലെ അവിടെ പോയി നിന്നിട്ടുണ്ട്. അവധിക്ക് പോയി നിൽക്കുമ്പം എനിക്ക് വലിയ സന്തോഷം. ഇവർ വൈകിട്ടത്തെ ഇവരുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സഭാരാധന മാതിരിയാണ്. അമ്മച്ചിയുടെ 6 മക്കളും 5 ആൺമക്കളും ഒരു മോളും ഇവരെല്ലാം കൂടി തമ്പാറടിച്ച വൈകിട്ടപ്പുറത്തെ പാട്ടും പ്രാർത്ഥനയും. എനിക്ക് വലിയ സന്തോഷമായി ഇത്. അങ്ങനെ അവരുടെ കൂട്ടത്തിരിക്കുക, അവരുടെ കൂടെയുള്ള മീറ്റിങ്ങിന് പോവുകയും ചെറിയ പ്രായത്തിലെ അച്ചാച്ചൻ ഞങ്ങളോട് ഓരോരുത്തരോട് ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇന്ന് ജെസിമോള് പ്രാർത്ഥിക്കുക, അല്ലെ എൻ്റെ ബ്രദർ സിസ്റ്റർ ഓരോരുത്തരോടും പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ നമുക്കറിയാവുന്ന അന്ന് പ്രാർത്ഥിച്ച ശീലമുണ്ട്. അമ്മച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ വലിയവരുടെ മീറ്റിങ്ങിന് പോകുമ്പോഴും അമ്മച്ചി എന്നോട് പറയും ജെസിമോള് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എനിക്കൊരു മടിയൊന്നും തോന്നത്തില്ല, ഞാനങ്ങ് പ്രാർത്ഥിക്കും എനിക്കറിയാവുന്ന പോലെ. അങ്ങനെ അമ്മച്ചി ഞാൻ ചിന്തിക്കുവാണ് ഇപ്പം അമ്മച്ചി ഒരു പക്ഷെങ്കിൽ അന്നൊക്കെ എന്നെ കൊണ്ടൊക്കെ നിർത്തുമ്പോൾ എനിക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കൃപയെ വരണം, ദൈവത്തിന് വേണ്ടി എന്നെ നേടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കാം. പിന്നെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എപ്പോഴും എൻ്റെ ഫാദറും ഈ അമ്മച്ചിയും കൂടെ ആർഗ്യുമെന്റാ. ആഭരണം ഇടുന്നതിനെയും കളയുന്നതിനെയും ഇങ്ങനെ പെന്തിക്കോസ്കാരെയൊക്കെ കളിയാക്കി എൻ്റെ ഫാദർ ഇങ്ങനെ പറയും. അമ്മച്ചിയുടെ വചനത്തിൽ നിന്ന് ഓരോന്ന് പറയും. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അമ്മച്ചിക്ക് എന്തോ ഇപ്പോഴാണൊക്കെ എനിക്ക് അറിയാവുന്നേ പ്രാർത്ഥിക്കാനായിട്ട് അറ്റ്മോസ്ഫിയർ അമ്മച്ചിക്ക് ചിലപ്പോൾ ശരിയാവത്തില്ലായിരിക്കും. അപ്പൊ എന്നോട് പറയും ജെസിമോള് സ്തോത്രം പറഞ്ഞോണം. ഞാൻ ഈ കൊച്ചു മനസ്സിൽ അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ തൊട്ട് തീരുമ്പം വരെ അമ്മച്ചിയുടെ കൂടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മളറിയാതെ തന്നെ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൃപയിൽ വരണമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ചാച്ചൻ ഒത്തിരി സ്ട്രിക്റ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന സ്നേഹവും ആവശ്യത്തിന് ഫ്രീഡം ഒക്കെ തന്നുമൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിലെ എൻ്റെ മുന്നോട്ടുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ എൻ്റെ ഫാദറിൽ നിന്ന് പഠിക്കാൻ മുൻപോട്ടുള്ള കാര്യത്തിലെല്ലാം എനിക്ക് കർത്താവിലൊരു ആശ്രയിക്കുന്ന ഒരു രീതി എൻ്റെ ഫാദറിന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു വലിയ വിശ്വാസി, ഒരു പള്ളി വിശ്വാസി അങ്ങനെ രീതിയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ എൻ്റെ മൂത്ത അമ്മച്ചിയുടെ അടുക്കൽ നിന്നാണ് ഞാൻ ഒത്തിരി പഴയ പാട്ടുകൾ, എൻ്റെ വീട്ടിലും പഴയ പാട്ടുകളൊക്കെ, ഈ പാട്ടുകൾ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടും. എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, പക്ഷെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ അർത്ഥമുള്ള പാട്ടുകൾ, ഈ വാക്കുകൾ, ചെറിയ പ്രായത്തിൽ എനിക്ക് ചില വാക്കിന്റെ ഒക്കെ പാട്ടിന്റെ അർത്ഥം അറിയത്തില്ല. ആ ലൈൻ പാടുമ്പോൾ എനിക്കങ്ങ് വിഷമം. ഇതെനിക്ക് മനസ്സിലായി എന്നായി വാക്ക്. പണ്ട് ഈ KV സൈമന്റെ, കൊച്ചിൻ ഉപദേശിയുടെ ഒക്കെ പാട്ടിന്റെ ലൈൻ ഭയങ്കര
ശരിക്കും ഡെപ്ത് ആയിട്ടുള്ള മീനിങ് ഉണ്ടല്ലോ, അതൊന്നും അന്നേരം മനസ്സിലാവത്തില്ല. പിന്നീട് പ്രായമായി കഴിഞ്ഞൊക്കെ ഇത് പാടുമ്പോഴാണ് ഇത് ആയിരുന്നു ഇതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ആത്മീയ ജീവിതത്തില് എപ്പോഴും ഒരേ രീതിയിൽ പോയി ഞാൻ പറയത്തില്ല. എന്നാൽ ക്ഷീണിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തെ തട്ടി ഉണർത്തി അങ്ങനെ പിന്നെയും പിന്നെയും ദൈവകൃപേന നമ്മൾ വീണു പോകാത്ത രീതിയിൽ കർത്താവിനെ നടത്തി. പിന്നീട് ഈ സമയത്ത് എനിക്കൊരു സംഭവം ഉണ്ടായി, ഞാൻ പറയട്ടെ. എനിക്ക് ഈ അഡ്മിറ്റ് ആകുമ്പോൾ, മെനിഞ്ചൈറ്റിസ് ആയിട്ട് അഡ്മിറ്റ് ആകുമ്പം എന്റെ ദേഹത്ത് വാർട്ടി അരിമ്പാറ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഈ ഇടത്ത് കൈയുടെ തള്ളവിരലയിലും ചൂണ്ടുവിരലയിലും. ഈ തള്ളവിരലയെ വന്നിരിക്കുന്ന സാധനം സത്യം പറഞ്ഞാൽ അരിമ്പാറ എന്ന് പറഞ്ഞാൽ ഒരു പാറ പോലെ അതിരിക്കുന്ന, ഭയങ്കര പെയിൻഫുൾ ആയത് ഇങ്ങനെ. അത് ഞാൻ എന്തോ കൊടുക്കും, ഈ പെയിനെ ഇറിറ്റേറ്റ് ഉള്ള പെയിൻ ആയതുകൊണ്ട് ഈ ഇടത്ത് കൈയുടെ വിരൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തൊടുന്നോണ്ടായിരിക്കും ഈ രണ്ട് വിരലയും ഇത് വന്ന് ഇങ്ങനെ ഒരു സുഖത്തിന് വേണ്ടി. രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ ഞാൻ ഈ ഭിത്തിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇടിച്ച് ഒരച്ചരച്ചരച്ച് കിടക്കും. അത്ര പ്രിക്കും പെയിൻ ആയത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം എന്നെ നടത്താനായിട്ട് ഇങ്ങനെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നടത്തുമ്പോഴാണ് ഞാൻ കാണുന്നത് എന്റെ മൂക്കയിലെ പിന്നെ മൂക്കുത്തി കുത്തിയിരിക്കുന്ന പോലെ രണ്ട് പൂ പോലെ എതളായിട്ട് അരിമ്പാറ നിൽക്കുക. അപ്പൊ അന്ന് ഈ മെനിഞ്ചൈറ്റിസ് വരുന്നതുമായിട്ടുള്ള വൈറസ് എന്റെ ബോഡി വന്നുകൊണ്ടായിരിക്കും അതിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ എപ്പോഴും റണ്ണിങ് നോസ് വരുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും, ആദ്യം എപ്പോഴും മൂക്ക് ചീറ്റ് വന്നിട്ട് കഴുകിയിട്ടാണ് തുടയ്ക്കുന്നത്. അങ്ങനെ പല പ്രാവശ്യം മൂക്കെ ടച്ച് ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ കാര പോലെ എൻ്റെ മുഖത്ത് മൂക്കെല്ലാം അന്നേരം ഉണ്ട്. അത് ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇതങ്ങ് വലുതായി, അങ്ങ് സ്റ്റീറോയിഡ് എല്ലാം എടുത്തപ്പോൾ പൂ പോലെയായി. പിന്നെ എൻ്റെ രണ്ട് കാലിലുമായിട്ട് 60 അരിമ്പാറയോളം. അതിപ്പോ അവര് എന്നെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ സ്റ്റീറോയിഡ് എടുക്കുന്നതുകൊണ്ട് കോട്ടറിയോ എല്ലാം ചെയ്താൽ ബ്ലീഡിങ് വരും, നാട്ടിൽ പോയി 3 മാസത്തെ ട്രീറ്റ്മെന്റ് എടുത്തേച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ കോട്ടറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ അതിന്റെ കൂടെ പോഡോഫിൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി. അത് ഇച്ചിരി കോസ്റ്റ്ലി. അതെല്ലാം ഈ എന്റെ വിരലെ തൊട്ടിടുന്നതുകൊണ്ട് ഈ അരിമ്പാറ ഉള്ളിടത്തെല്ലാം തൊട്ടിടുമ്പോൾ ഇത് പോകത്തില്ല. മൂക്കയിലേത് അവരെ റിസ്ക് എടുത്താണെങ്കിലും കോട്ടർ ചെയ്ത്, കാരണം മൂക്ക് അതിന് വൃത്തിയോടെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുക ഈ ഉടുകിയുടെ അവര് ഈ ഉടുകി എന്നാന്നല്ല കന്നഡയിൽ ഇങ്ങനെ പെൺപിള്ളേർക്ക് പറയുന്നത്. അപ്പൊ സ്നേഹത്തോടെ അവിടുത്തെ അഡൽറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയും ഇവിടെ ഈ മൂക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറയുമ്പം എനിക്ക് വിഷമമില്ല. പക്ഷെ ഇവരെല്ലാം പറയുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ ഇത് കെയർ ചെയ്യാൻ നടക്കുവാണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ക്വാർട്ടർ ചെയ്യാൻ വേണ്ടി സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പോയി ക്വാർട്ടർ ചെയ്തു. പക്ഷെ അന്നേരം അവർക്ക് ഫ്രൂട്ടെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, പേടിയാ, കാരണം മൂക്കല്ലേ. ഇച്ചിരി കഴിയുമ്പോൾ ഇത് പിന്നെയും വളർന്നു വരും. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളുടെ ഓച്ചിയിലെ ഒരു ഹൗസ് കീപ്പിംഗ് സിസ്റ്റർ പുള്ളിക്കാരി ഇച്ചിരി ഒരു ചെറിയ എഡ്യൂക്കേഷൻ ഉള്ള ആളായതുകൊണ്ട് എല്ലാ കാര്യത്തിൽ ഇച്ചിരി ക്ലറിക്കൽ കാര്യങ്ങൾക്കും പുള്ളിക്കാരി എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പ്രയറിന് പോകാറുണ്ട് പുള്ളിക്കാരി പുറത്ത് എവിടെയോ. ഇൻഡിപെൻഡന്റ് ഏതോ എനിക്ക് തോന്നുന്നു പെന്തിക്കോസ്റ്റ് പാസ്റ്റർ ആയിരിക്കാം അത്, അന്ന് എനിക്ക് അത്ര അറിയത്തില്ല. അപ്പൊ നീ എന്റെ കൂടെ വാ, ഞാൻ നിന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. അന്നേരം ആ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇത് കുറയാഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പം പുള്ളിക്കാരി എന്നെ പിന്നെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ ഞാൻ ഓർക്കും ഞാൻ ചെന്ന് ഈ പാസ്റ്റർ കരഞ്ഞു പ്രാർത്ഥിക്കുക. ഞാൻ ഓർത്തത് എനിക്കൊരു കരച്ചിലും വരുന്നില്ല, പാസ്റ്റർ എന്തിനാ എന്റെ മൂക്കരൊരു അരിമ്പാറയ്ക്ക് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നേ. അദ്ദേഹത്തിന് കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് പോയി. എണ്ണ തന്നേച്ച് എന്നോട് പറഞ്ഞു, ഈ എണ്ണ നീ കൊണ്ടുപോയി തൊട്ടിട്ടിട്ട് ജീസസ് ഹീൽസ് മീ എന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇത് കൊണ്ടുവന്ന് തൊട്ടിട്ടേച്ചും ഇത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ജീസസ് ഹീൽസ് മീ എന്ന് പറഞ്ഞിട്ടാണ് ഈ എണ്ണ ഇങ്ങനെ തൊട്ടിടുന്നത്. ഒരു ദിവസം രാവിലെ ഈ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ബൈബിള് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് എപ്പോഴും അന്ന് 2 സ്ട്രീംസ് ഇൻ ദ വാലി, സ്ട്രീംസ് ഇൻ ദ ഡെസേർട്ട് 2 ബുക്കുകൾ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പൊ രാവിലെ ഞാൻ സ്ട്രീംസ് ഇൻ ദ വാലിയാണ് വായിക്കുന്നെങ്കിൽ വൈകിട്ട് സ്ട്രീംസ് ഇൻ ദ ഡെസേർട്ട് വായിക്കും. അങ്ങനെ അതിന്റെ ഒരു ചാപ്റ്റർ വായിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായി, ഈ ബൈബിൾ വായിക്കുന്ന പോലെ തന്നെ. ഈ സ്ട്രീംസ് ഇൻ ദ വാലി വായിക്കാനായിട്ട് ഇങ്ങനെ ആ പേപ്പർ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വിരളയിലെ അരിമ്പാറ കാണാനില്ല. ഞാൻ ഓർത്ത് ഇത് വൈകിട്ട് കിടക്കുമ്പോൾ ഉള്ള ഈ അരിമ്പാറ. അത് കഴിഞ്ഞ് എണീറ്റ് ചുമ്മാ കണ്ണാടിയിലോട്ട് നോക്കും, മൂക്കയിലെ അരിമ്പാറ ഇല്ല. അത് കഴിഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നോക്കുമ്പോൾ 2 കാലയിൽ ഒരു അരിമ്പാറ പോലും ഇല്ല. അപ്പം ഞാൻ ആക്ച്വലി ഈ അരിമ്പാറ എന്ന് പറഞ്ഞൊരു വൈറസാ, അതിനൊരു സെൽഫ് റെസിസ്റ്റന്റ് ആയിട്ട് പോകുമെന്നാ പറയുന്നത്. ഞങ്ങൾ പണ്ടൊക്കെ ആരാധനയോടൊന്നും ചെയ്തു, പക്ഷെ എനിക്ക് പലരും പറയുമ്പോൾ ഞാൻ തലമുടി കെട്ടാൻ പറയുന്നു, അവിടെ മുറിഞ്ഞൊക്കെ പോവല്ലേ, ഇത് പോകത്തില്ല ഒരിക്കലും. അപ്പം എൻ്റെ ഒരു ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ട്രയൽ പോലെ എനിക്ക് മെട്രോപ്സി എന്ന് പറഞ്ഞൊരു ഗുളിക 3 മാസം തന്നു ഇത് പോകാൻ വേണ്ടി. അതൊക്കെ ഞാൻ അന്നൊന്നും അറിയത്തില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ ആരുടെയും ചോദിച്ചു, ഞാനിത് കഴിച്ചു, എനിക്കിത് പോയില്ല. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ച് ദൈവം മാറ്റിയതല്ലെന്ന് ഇത് ഓരോന്നോരോന്നൊക്കെയേ പോകത്തുള്ളൂ.
എന്റെ കർത്താവ് സൗഖ്യം തന്നുകൊണ്ടാണ്. എന്നിട്ട് ഇത് പൊഴിഞ്ഞു വീണ് കിടക്കുന്ന പോലും കാണാൻ, ഞാൻ കട്ടിലെല്ലാം നോക്കി ഇത് എവിടെ പോയി പൊഴിഞ്ഞു വീണ് കിടക്കുന്നൊന്ന് കാണണ്ടേ. പൊഴിഞ്ഞു വീണ് കിടക്കുന്നത് പോലും കട്ടിലേലും ഇല്ല, എങ്ങും ഇല്ലാത്ത ഒരു മുഴുവൻ അങ്ങ് ഡിസപ്പിയർ ആയി ഒരു ദിവസം കൊണ്ട്. അങ്ങനെ ദൈവം എന്റെ ജീവിതത്തിൽ അങ്ങ് ഒരു കാര്യം ചെയ്തു. പിന്നീട് ഇനിയും എന്ത് വിഷയം വരുമ്പോഴും എന്തോ എനിക്കറിയത്തില്ല, ഈ നമ്മൾ പാട്ടിൽ പാടാറുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എല്ലാം നന്മയ്ക്കായി ചെയ്തിടുന്നു പാടുന്നത്. അത് ഈ എന്തിനെന്ന് ഞാൻ ചോദിക്കാത്തതിന്റെ കാര്യം, എന്റെ ഒത്തിരി ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടോ എന്റെ ആ അമിത കൃപ കൊണ്ടോ അല്ല. അതായത് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് കുറവുകളുണ്ട്. അപ്പം ഇതൊന്നും വരാതിരിക്കാൻ എനിക്ക് കാര്യമില്ല. അല്ലേ കർത്താവിന്റെ ബാലശിക്ഷയായിരിക്കും. ആ രീതിയിലങ്ങ് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ കർത്താവെ എന്തുകൊണ്ടാ അങ്ങനെ എന്തേലും വരുമ്പം, പിന്നെ അന്ന് എന്റെ സ്റ്റഡി എല്ലാം ഇതായപ്പോ ന്യായമായിട്ടും ഇനി എന്തോ ചെയ്യും, എങ്ങനെ പഠിക്കും, എനിക്ക് ഓർമ്മ കിട്ടും, അങ്ങനെയൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എന്നാല് എന്റെ ട്യൂട്ടേഴ്സ് എന്നെ ഞാൻ പറഞ്ഞല്ലോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നതുകൊണ്ട് ഞാൻ ഈ 3 months റെസ്റ്റ് എടുത്തിട്ട് കഴിഞ്ഞ് തിരിച്ച് അവിടെ ചെന്നപ്പം എന്റെ ബ്രദറാ എന്നെ കൊണ്ടുവിടാൻ വരുന്നത്. അന്നേരം ഈ കസിൻ ചേച്ചിയും ഉണ്ട്. ഞങ്ങള് പുറത്ത് പോയപ്പം എന്തോ അന്ന് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ച് കഷ്ടകാലത്ത് ഞാനും കഴിച്ച്. നെക്സ്റ്റ് ഡേ ഞാൻ അടുത്തായിട്ട് പിന്നെയും കോഴ്സിന് ചേരാൻ ചെല്ലുക. നെക്സ്റ്റ് ഡേ എനിക്ക് ത്രോട്ടിനും പ്രശ്നമായി, ചെറിയ ഫീവറും വന്നപ്പോഴത്തേക്കിനും പഴയ ഹിസ്റ്ററി കിടക്കുന്നതുകൊണ്ട് എന്റെ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞു, ഐ വിൽ നോട്ട് ട്രീറ്റ് ഹിയർ, ലെറ്റ് സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ടേക്ക് കെയർ ഓഫ് ഹെയർ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കറിയാവല്ലോ, നിനക്ക് വന്ന അസുഖം ഒരു ചെറിയ അസുഖമല്ല, നീ വലിയൊരു വിഷയത്തിൽ നിന്നാണ് നിനക്കിപ്പോ സൗഖ്യം വന്നേക്കുന്ന ഇത്രയും. അപ്പൊ നിനക്ക് 3 months റെസ്റ്റ് പോരാ ആക്ച്വലി. അപ്പൊ ഇവര് ഓർക്കുന്ന എനിക്ക് റെസ്റ്റ് ആൻഡ് പവർ ഒന്നും, ഇനി നീ പേഷ്യൻസിനടുക്ക പോയി നിനക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല, ആവശ്യത്തിന് നിനക്ക് രോഗം വരും. അന്ന് എനിക്ക് ഒന്നാമതെ ഈ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് എനിക്ക് വന്ന, രണ്ടാമത് ചിലപ്പോൾ മനസ്സിന് ഭയങ്കര സംഘർഷമുണ്ട്. പിന്നെ ഞാൻ ഈ ട്യൂട്ടറിന്റെ അടിയിൽ പോയി പഠിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ആരോടും പറയുന്നില്ല. എനിക്കൊരു വിഷമമുണ്ട്, ഇവർക്ക് ഇനി ഇവരെന്നോട് വല്ല ദേഷ്യവും കാണിക്കുമോ, ഇങ്ങനെ ഒത്തിരി ഫീലുണ്ട്. ഏതായാലും അങ്ങനെ പനി വന്ന് ഈ സിസ്റ്റർ ഇവരെന്നെ പിന്നെ 3 months റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നാട്ടിൽ വിട്ട് പിന്നെ 3 months കഴിഞ്ഞേച്ച് ആണ് പിന്നെ റീജോയിൻ ചെയ്യുന്നത്. റീജോയിൻ ചെയ്യുമ്പോൾ പിന്നെ അടുത്ത ബാച്ചിന്റെ കൂടാണ് ഞാൻ. ആദ്യം തൊട്ട് പിന്നെ എല്ലാം ചെയ്യുക. അന്നേരം അവര് എന്നെ കരുതിയിട്ട് ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ ചെയ്യാതെ ചിക്മംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ ട്യൂട്ടേഴ്സുമായിട്ട് സംസാരിച്ച്, അവിടുത്തെ സ്കൂൾ ഓഫ് നേഴ്സിംഗുമായിട്ട് സംസാരിച്ച് എന്നെ അവിടെ വിട്ടാണ് പിന്നെയുള്ള 6 months. ഞാൻ പറഞ്ഞു, ദൈവം ഓരോ കരുതലുകൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന, ഞാൻ ചോദിച്ചില്ല അങ്ങനെയൊക്കെയുള്ള വഴിയുണ്ടോ എന്ന് നമുക്കറിയത്തില്ലോ. എന്നാൽ എന്റെ ആ ട്യൂട്ടർ സിസ്റ്ററിന് മനസ്സിലായി, ഇത് എനിക്ക് ചിലപ്പോൾ അഫക്റ്റ് ആവും, മുന്നോട്ടുള്ള കാര്യത്തിന് തടസ്സം വരരുതെന്ന് ഓർത്തുകൊണ്ട് ആ 6 months കോഴ്സ് എന്നെ അവിടെ വിട്ടാണ് എന്റെ മിഡ്വൈഫറി എടുത്തത്. അങ്ങനെ എന്റെ നേഴ്സിംഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. നേഴ്സിംഗ് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോഴും എന്റെ വിചാരം, എന്നെ ദൈവം വിടുവിച്ചതല്ലേ, വിടുവിച്ചതുകൊണ്ട് എനിക്ക് എപ്പോഴും എല്ലാ സമയത്തും, അന്നൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അവര് ഞങ്ങൾ 3-4 മക്കളില്ലേ, അതിന്റെ ഫാദർ പഠിപ്പിക്കുന്ന ആ ബുദ്ധിമുട്ടൊക്കെ അറിയേണ്ട ആളെ. എന്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് മിഷൻ അത്ര അറിവുള്ള ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് തരാനില്ല. മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണം, കർത്താവിനെ സെർവ് ചെയ്യണം. അതുകൊണ്ട് ഇത് ബോണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെ വന്ന് ഹിന്ദുജ ഹോസ്പിറ്റലിൽ കയറിയപ്പോഴും എന്റെ കൂടെയുള്ള സ്റ്റാഫൊക്കെ അവിടെ ഇവിടെയും ഇന്റർവ്യൂ പോകുമ്പോൾ ഞാൻ എങ്ങും പോകത്തില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ശിശുവിനെ പോലുള്ള വിശ്വാസവും അറിവും വന്നുള്ളൂ. അപ്പൊ എന്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ പറഞ്ഞില്ല, എന്റെ മാവി അമ്മച്ചിയൊക്കെ അടുക്ക പോയി നിൽക്കുമ്പം അവരൊക്കെ പറയും 2000 ആവുമ്പോ കർത്താവ് വരും. അപ്പൊ ആ കാലങ്ങളിൽ 92-ലും 91-ലൊക്കെ എന്റെ ചിന്ത എന്തുവാ, ഇനിയും കർത്താവ് വരാൻ കുറച്ച് വർഷം കൂടെ ഉള്ളൂ, ഇനിയും ഗൾഫിലൊന്നും പോയി എനിക്ക് ഇനിയൊന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്യത്തില്ല. പിന്നെ ഈ അസുഖമൊക്കെ വന്നുകൊണ്ട് എനിക്കൊരു കോൺഫിഡന്റ് ഇല്ല, എനിക്ക് പോയി ജോലി ചെയ്യാൻ പറ്റുമോ വേറൊരു കൺട്രിയിൽ. അതുകൊണ്ടൊക്കെ ആ ഒരു പേടിയുണ്ട്. നമുക്ക് ആരും ഒന്നും പറഞ്ഞു തരാൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്റെ ടൈം അങ്ങ് വേസ്റ്റ് ആയി പോയി. അതുകൊണ്ട് ബോംബെ ജോലി ചെയ്തു. ആ സമയത്ത് ഇതാണ് എവിടെ, പിന്നെ എനിക്ക് എപ്പോഴും ദൈവമേ, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകാതിരിക്കുക, ഒരു പാവം ഒന്നും ചെയ്തായിട്ടൊന്നും എനിക്കൊരു ഓർമ്മയില്ല. അന്ന് ഈ ചെറിയ ഹൃദയമുണ്ട്, നിഷ്കളങ്ക ഹൃദയം, ഒന്നും ഇങ്ങനെ എല്ലാം അങ്ങ് വിശ്വസിക്കും. എല്ലാവരെയും ഒരു അല്പബുദ്ധി എന്നുള്ള രീതിയിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചില സ്റ്റാഫ് ചിലപ്പം ചിരിക്കാറുണ്ട്. എന്നെ ബൈബിളിലെ പ്രോവർബിലെ വാക്യം പറഞ്ഞ് എന്നെ അല്പബുദ്ധിയോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു എന്നൊരു വാക്യം ഉണ്ടല്ലോ, വിവേകി അനർത്ഥം കണ്ട് ഒളിച്ചു കൊള്ളുന്നു. അപ്പം തിയേറ്ററിലൊക്കെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അക്കാര്യങ്ങളിൽ ഞങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഈ പഠിപ്പിക്കുന്ന ട്യൂട്ടർ സിസ്റ്റർ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്പ്ലേസ് ചെയ്ത് വെക്കുമ്പോഴൊക്കെ നമ്മളായിരിക്കത്തില്ല വെക്കുന്നത്, നമ്മുടെ ഒബ്സർവേഷന് വേണ്ടി സിസ്റ്റർ ചെയ്യുന്ന. എന്നോട് ചോദിക്കുമ്പോൾ ഞാനങ്ങ് പറയും ഞാൻ വെച്ചതായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഞാനങ്ങ് സമ്മതിക്കും. ഇവര് റൂമിൽ വരുമ്പോൾ എന്നെ വഴക്ക് പറയും,
നിന്നെ കാണുമ്പോൾ ഞാൻ ഈ പ്രോവർബിലെ വാക്യം ഓർക്കെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അല്പബുദ്ധിയായിരുന്നു. ഞാൻ എല്ലാരെ പോലെ ഒരു അത്രയ്ക്കൊരു സ്മാർട്ട് അല്ല ഒന്നിനും, കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ. അതുകൊണ്ട് പിന്നെ ദൈവകൃപയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബോൾഡ് ആകുന്നതും ഒത്തിരി വിഷയത്തിലോട്ട് ഡിസൈനിങ് സ്പിരിറ്റ് കർത്താവ് തരുന്നതും. അതിനു മുമ്പൊക്കെ ഒരു കൊച്ചു ഹൃദയമായിട്ട് നടന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾക്ക് എല്ലാരെയും പോലെ എനിക്ക് കോമ്പറ്റേറ്റ് ചെയ്ത് എനിക്ക് ആരോടും ഒരു മത്സരിച്ച് നിൽക്കാൻ അറിയത്തില്ല. അങ്ങനെ അതുകൊണ്ടൊക്കെ ഒത്തിരി ചെറിയ എല്ലാരെയും പോലെ എങ്ങും പലയിടത്തും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഹിന്ദുജ ഹോസ്പിറ്റലിൽ വന്നു. പിന്നെ എല്ലാരും പോയതുകൊണ്ട് ഞാൻ അത്ര ഇഷ്ടത്തോടെ ഒന്നും അല്ല. ഞാനും ഒരു സൗദിയിലെ ഇന്റർവ്യൂവിന് വേണ്ടി പോയി. വീട്ടുകാരൊക്കെ എന്നെ ചോദിക്കുന്നതുകൊണ്ട് പോയി. അന്നേരം പാസ്സായി. പിന്നെ അതിന്റെ ആ പേപ്പർ വർക്കൊക്കെ കുറെ ഡിലേ ആയി. അന്ന് കഴിഞ്ഞ സാക്ഷ്യത്തിലാഴ്ച അത് പറഞ്ഞായിരുന്നു. ആ സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുമ്പം എന്റെ കൂടെ 1-2 പിള്ളേരുള്ള അതിനകത്ത് ഒരാള്, അവള് എന്റെ ജൂനിയർ കൊച്ചുങ്ങളാ. അവര് പെന്തിക്കോസ് ബിലീഫ് ആയതുകൊണ്ട് അവളെ ഈ നമ്മുടെ MV ഫിലിപ്പോസ് പാസ്റ്ററിന്റെ ചർച്ചിൽ പോകുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്. ഞാൻ ഇവരുടെ കൂടെ പോകും. അതൊന്നും അന്നേരം വീട്ടിൽ പറയുന്നില്ല. അപ്പൊ എന്റെ മനസ്സിലെപ്പോഴും സ്നാനപ്പെട്ടില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല, ഈ ഒരു ചിന്തയാ. അപ്പൊ ചെറിയ പ്രായത്തിൽ ഈ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒത്തിരി സംശയം ചോദിക്കുന്ന ആളെ. പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലും അങ്ങനെ, ഈ ആത്മീയ വിഷയത്തിലും അങ്ങനെ. സംശയ നിവാരണം വരുത്താതെ എനിക്കത് മുന്നോട്ടൊരു കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ എന്റെ സ്നാനപ്പെട്ട് ആഗ്രഹം പറഞ്ഞപ്പം പാസ്റ്റർ, ചെറിയ പ്രായമല്ലേ, പാസ്റ്റർ നല്ല സത്യം പറഞ്ഞ ഒരു പരിജ്ഞാനത്തോടെ പാസ്റ്റർ ആ കാര്യം കൈകാര്യം ചെയ്തു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം, പക്ഷെ ഞാൻ ആഭരണം ഊരത്തില്ല. ആഭരണം ഊരാത്തതിന്റെ വിഷയം, എനിക്ക് ആഭരണത്തോട് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തിയല്ല ഞാൻ. ആവശ്യത്തിന് ഇടുമെന്നല്ലാതെ അന്നും ഒത്തിരി ഒരു സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അന്നന്നത്തേക്ക് വേണമെന്നൊരു പ്രാർത്ഥന അന്നും ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം എന്നോട് പറഞ്ഞു, മോളെ ബൈബിളിൽ ആഭരണം ഊരണമെന്നൊരു പ്രമാണം എഴുതി വെച്ചിട്ടില്ല. പക്ഷെന്ന് വരിയില് സ്നാനപ്പെടുമ്പോൾ നമ്മൾ ആഭരണം ഇട്ടുകൊണ്ട് ആരും സ്നാനപ്പെടുത്തത്തില്ല. നിനക്ക് താല്പര്യമാണെങ്കിൽ നിനക്ക് സ്നാനം തരാതെ ഇരിക്കത്തില്ല, തരും. പക്ഷെന്ന് വരിയില് പിന്നെ നീ തന്നെ പ്രാർത്ഥിച്ച് ദൈവാത്മാവ് ഇടപെടുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സ്നാനപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പെന്തിക്കോസുകാരോട് ഇഷ്ടമില്ല, പെന്തിക്കോസുകാരിയാണെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അവരുടെ ഔട്ട്വേർഡ് കുറെ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത കാണും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ സംബന്ധിച്ച് ഞാൻ സ്നാനപ്പെട്ട് വീട്ടിൽ പറയുന്നില്ല. വീട്ടിൽ പറയാൻ പേടിയാ, സമ്മതിക്കത്തില്ല എന്ന് ഓർത്തിട്ട്. അങ്ങനെ പിന്നെ അവിടെ സ്നാനപ്പെട്ടും കഴിഞ്ഞിട്ട് അധികം നാള് നിന്നില്ല. എനിക്ക് പിന്നെ ഹയർ സ്റ്റഡിക്ക് ഒന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ സെന്റ് ജോൺസിനോട്, എനിക്കിങ്ങനെ ബാംഗ്ലൂർ സെന്റ് ജോൺസ് ഇങ്ങനെ ഒരു മനസ്സിലൊരു ഒരു അഫെക്ഷൻ കിടക്കും. അപ്പൊ സെന്റ് ജോൺസിൽ പോയി, എന്റെ ട്യൂട്ടർ അവിടെ ഉണ്ടല്ലോ, അവിടെ പോയി എനിക്കിനിയും എന്റെ BSc കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് വെച്ച് നാട്ടിൽ വരുന്ന സമയത്താണ് രാജാൻ കാണാൻ വരുന്നു. അങ്ങനെ കല്യാണം നടക്കുന്നതും. അപ്പൊ ഞാൻ കരുതുന്നത് വീട്ടിൽ എനിക്ക് അതിനോട് അപ്പൊ എന്റെ ഫാദറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ സ്നാനപ്പെട്ട കാര്യം പറഞ്ഞപ്പം. ഒത്തിരി ബഹളം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അച്ചാച്ചന്റെ ആ റിയാക്ഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി തീരെ ഒട്ടും ഇഷ്ടപ്പെട്ടു. അപ്പൊ നിന്നെ ഒരു കാരണവശാലും പെന്തിക്കോസ് കല്യാണം കഴിപ്പിച്ചിട്ട് ഐതർ മർത്തോമ അല്ലെങ്കിൽ CSI അല്ലെ അങ്ങനെ കെട്ടിക്കത്തുള്ളൂ. അപ്പം കല്യാണാലോചന വരുമ്പോൾ യാക്കോബക്കാരെ വേണ്ടാന്ന് പറയും. കാരണം അവർക്ക് ഓരോ ഇങ്ങനെ വിശ്വാസങ്ങളുണ്ടെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. എന്നാല് പെന്തിക്കോസി കെട്ടിക്കത്തുമില്ല. അപ്പൊ എനിക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കാൻ എന്റെ വിചാരം, എന്റെ മനസ്സിൽ ഇങ്ങനെ കുറ്റബോധം ഉണ്ട്, കഴിയുമ്പോൾ ഞാൻ മർത്തോമായി കല്യാണം കഴിച്ചത് പാവമാണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ ഇത് പാവമാണോ, എനിക്ക് അറിയത്തില്ല, നീ എനിക്ക് പറഞ്ഞിടാന്നൊക്കെ പറയുമ്പോൾ ആരോടൊന്നും ചോദിക്കാനൊന്നുള്ള. പിന്നെ എന്റെ ഹൃദയത്തിൽ ഞാൻ സ്നാനപ്പെട്ടു, ദൈവകൽപ്പന അനുസരിച്ചു, ഇനിയും എനിക്ക് വേറെ വഴിയില്ല, അപ്പൊ ദൈവത്തിന് അറിയാമല്ലോ എന്നൊക്കെ ഉള്ള ചിന്തയാണ് കല്യാണത്തെ സംബന്ധിച്ച്. അപ്പൊ രാജാന്റെ പേരൻസ് സ്നാനപ്പെട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചിന്ത, ഓക്കെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അങ്ങനെ അറ്റ്മോസ്ഫിയർ കിട്ടി, ഇതിന്നൊരു മാറ്റം വരുമല്ലോ. സ്നാനപ്പെട്ട ശേഷം ഓർണമെന്റ്സ് ഇടുമായിരുന്നോ? സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഇട്ടു. ആ അന്ന് മാല ഇട്ട് കമ്മലും ഇട്ടു. പക്ഷെങ്കിൽ ആ ഫിലിപ്പോസ് പാസ്റ്ററിന്റെ അമ്മാമ്മ എന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് സൗദി പോകുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞു, മോളെ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചേച്ച് ഈ മാലയൊക്കെ നൂരണം. ദൈവത്തെക്കാട്ടിലധികം നമ്മളെ ഇതിനെ സ്നേഹിക്കുന്ന, ദൈവത്തെ അധികം സ്നേഹിക്കുന്ന. അതെന്റെ മനസ്സിൽ നല്ലതായിട്ട് ആ വാക്ക് സ്ട്രൈക്കായി. സത്യമല്ലേ, ഞാൻ ഇതിനോടൊരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദൈവത്തെക്കാട്ടിലധികം ആരെയും സ്നേഹിക്കാൻ എനിക്ക് ഇഷ്ടവുമില്ല. അതിങ്ങനെ എന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ഊരണം എന്നുള്ള ആഗ്രഹമായി. രാജാൻ സമ്മതിക്കാതെ ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിനെടുത്ത് ഇടുന്നത്. രാജാൻ എപ്പോഴേലും പറയുമ്പോൾ അതിന് ഊരും ഇത്, പക്ഷേ ഞാൻ എന്റെ ഇഷ്ടത്തോട് ഇത് ഇട്ടേക്കുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമയപ്പോ രാജാനും അതിന് സമ്മതിച്ചു. പിന്നെ
ഞാൻ വിശ്വസിക്കുന്ന ഞാൻ അന്ന് ആ ദൈവത്തോട് അനുസരിച്ചെങ്കിലും പിന്നീട് ആ ഒരു എൻ്റെ ജീവിതത്തിലെ അറിവില്ലായ്മ കൊണ്ടോ ദൈവസന്നിധിയിൽ അത് ഞാൻ ചെയ്ത കുറവായതുകൊണ്ടോ ആയിരിക്കാം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഞങ്ങൾ സൗദി വന്ന് വളരെ സന്തോഷത്തോടുള്ള ആരാധനയും കൂട്ടായ്മയിലും ഒക്കെ രാഴ്ചാനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടാൻ പറ്റി. പക്ഷെ വരിയില് ഞാൻ ഒത്തിരി പരീക്ഷണ ഘട്ടത്തിൽ കൂടെ പിന്നെയും പോയി. 3 സർജറീസ് 6-7 ഇയേഴ്സിന്റെ ഇടയില് എല്ലാം ഇപ്പം ദൈവം ഇങ്ങനെ കോപത്തോടെ ചെയ്യുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ക്രമപ്പെടാനുണ്ടായിരുന്നു, ഞാൻ യഥാസ്ഥാനപ്പെടാനുണ്ടായിരുന്നു ആയിരുന്നായിരിക്കാം. ഏതായാലും കൊള്ളാം, അതിൽ കൂടെ എല്ലാം കടന്നുപോയി. എന്നാൽ ആ സമയത്തെല്ലാം ദൈവം തന്ന അതൊക്കെ ഇപ്പോ ഞാൻ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഭയങ്കര അതിശയമായിട്ട് തോന്നാൻ കാരണം ഈ 3 സർജറീസ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം നമുക്ക് ലിമിറ്റേഷൻസ് ആണ് ഹെൽപ്പ്. ആദ്യത്തെ സർജറി എനിക്ക് മെയിൻ സർജറി ചെയ്യുന്ന ഉടനെ എൻ്റെ കൂടെ ആരുമില്ല, രാഴ്ചാനുമില്ല, വിസിറ്റേഴ്സിന് അലൗഡ് ഇല്ല. ഒത്തിരി പ്രശ്നത്തിൽ കൂടെ ഞാൻ പോയി. കർത്താവ് കൃപ തന്നു. രണ്ടാമത്തെ 2 സർജറി ചെയ്യുമ്പോൾ രാഴ്ചാനുണ്ട്. എന്നാല് ദൈവം നമ്മളെ ഓരോ കാര്യത്തിന് മുമ്പേ കൃപയിൽ ഒരുക്കിയെടുക്കും. ഞാൻ ഈ ഒരു പ്രാവശ്യം എനിക്ക് ലാപ്രോട്ടമി കഴിഞ്ഞേച്ചും ഒരു സർജറി കഴിഞ്ഞേച്ച് ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അന്ന് ഒരു മോനി ചെന്നിത്തല, അത്ര പുറത്തോട്ടൊന്നും ഫേമസ് അല്ല, അദ്ദേഹം ജദ്ദയിലുള്ളതാണ്. തിരുവത്താഴ നടത്തുമ്പം ഈ ഞങ്ങൾക്ക് തായ്ഫ് അദ്ദേഹം മാസത്തിൽ 1 വന്നാണ്. കാരണം ഈ പാസ്റ്റേഴ്സിനല്ലേ നടത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ നടത്തുന്ന ഒരു സാധാരണ സഹോദരന്മാരാ പ്രയർ കമ്മ്യൂണിയൻ. ആ ലോർഡ് സപ്പറിന് വേണ്ടി അദ്ദേഹം അവിടുന്ന് വരും. അദ്ദേഹം ചില പാട്ടുകൾ എഴുതും. അന്ന് അദ്ദേഹം ഒരു പാട്ട് എഴുതി, മഹത്തമൻ പ്രിയ എന്നൊരു പാട്ട്. അതിനകത്തൊരു ലൈൻ ഉണ്ട് ഇങ്ങനെ, കഷ്ടങ്ങൾ അനവധിയായി എന്നെ കാണുമാറാക്കിയ ദൈവം, രോഗത്തിൻ ദുഃഖത്തിൻ നടുവിൽ സൗഖ്യം തന്നെന്നെ ജീവിപ്പിച്ചതിനാൽ, പാടും പ്രിയനെ പ്രിയരിൻ നടുവിൽ വിടുതലിൻ ഗാനം, പാടും പ്രിയനെ പ്രിയരിൻ നടുവിൽ വിടുതലിൻ ഗാനം, മഹത്തമൻ പ്രിയ, അളവില്ലാത്ത ദാനങ്ങൾ നിമിത്തം ജയത്തോടെന്നെ ഓരോ ദിനവും പുലർത്തുന്ന നിൻ കൃപകൾക്കു സ്തോത്രം. അപ്പൊ ഈ പാട്ടിന്റെ ലൈൻ ഇങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ പാട്ട് എപ്പോഴും അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ പാടുക. അപ്പൊ ഒരു ദിവസം ദൈവാത്മാവ് എന്നോട് ചോദിക്കുക, ഇനി എനിക്കൊന്നും ഇത്തിരി ബുദ്ധിമുട്ടായില്ലേ, അപ്പൊ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ചോദിക്കുക, ഞാൻ പാടുന്നുണ്ടല്ലോ, ഇനി കഷ്ടങ്ങൾ അനവധി തന്നാലും പാടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുക, കർത്താവ് ഇനി ഒരു കഷ്ടം തന്നാൽ ഞാൻ സഹിക്കുവോ? ആ വായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് ഇനി എനിക്ക് കഷ്ടം തരരുതേ, ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇനി എനിക്ക് കഷ്ടം തരരുതേ. ഇങ്ങനെ ഞാൻ പാടുകയും ഇത് തന്നെ ഞാൻ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് ഭവിച്ചു, എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ട്യൂബൽ പ്രഗ്നൻസി ആയി, സർജറിക്ക് ആകേണ്ടി വന്നു. അങ്ങനെ ഈ 2-3 പ്രാവശ്യവും ഇതിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ വചനം വായിക്കുന്ന വചനത്തിലെ വാക്യങ്ങളും പാട്ടിന്റെ വരികളുമാണ് എന്നെ ഇങ്ങനെ ബലപ്പെടുത്തി. അന്ന് ആരുമില്ല നമുക്കൊരു ആരാധനയും പ്രാർത്ഥനയും കൂട്ടം ഉണ്ടെങ്കിലും നമുക്ക് ദൈവവുമായിട്ട് പേഴ്സണൽ എൻകൗണ്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആശ്വസിച്ചിട്ടുള്ളതും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും വിഷയത്തിൽ കൂടെ പോകുമ്പോഴും എന്തുകൊണ്ടോ ദൈവമേ, എന്തുകൊണ്ടെന്ന് ചോദിക്കാതെ എന്നെ എൻ്റെ കർത്താവ് നിർത്താൻ സാധിച്ചു. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇനി ഞാൻ 1-2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തന്ന സൗഖ്യത്തിന്റെ വില മഹത്വം ഞാൻ മനസ്സിലാക്കുന്ന ഓരോ നാളുകൾ കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഈ 37 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത്, ഈ സൗഖ്യത്തിനെ എനിക്ക് ചിന്തിക്കാൻ വയ്യാത്ത പോലെ അതിന്റെ ഒരു അപ്രമേയത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെയുള്ള പല രോഗികളെ ഞാൻ കാണാറുണ്ടല്ലോ, ലൈക്ക് വൺസ് പാരലൈസ് ആയി പോയ ഏതെങ്കിലും റീസൺ കൊണ്ട്. ഞാൻ ദുബൈ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ എൻ്റെ വാർഡില് ഒരു 10 വയസ്സുള്ള ഒരു മോൻ, പലസ്തീനി പയ്യൻ, അത് എനിക്ക് ഈ സമയത്ത് ഒരു സെക്കൻഡ് പറഞ്ഞേ പറ്റത്തുള്ളൂ പാസ്റ്റർ. കാരണം ദൈവത്തെ എങ്ങനെ നാം മഹത്വപ്പെടുത്താതിരിക്കും? ഈ കൊച്ചൻ നടന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കയറി വന്നൊരു പയ്യന. അവന് മെനിഞ്ചൈറ്റിസ് ആയി. ഓൺ ടൈമിൽ തന്നെ ട്രീറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്തു, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ആ കൊച്ച് ബ്രെയിൻ ഡെത്ത് ആയിട്ട് കണ്ടാ സഹിക്കത്തില്ല. സുന്ദരൻ ഒരു മോൻ, ഒരു ഹെൽത്തി ഒരു മോൻ. ഒരു പാലസ്തീനി, അവര് റിച്ച് ഫാമിലി, എഡ്യൂക്കേറ്റഡ് ഫാമിലി ആയിരുന്നു. അങ്ങനെ അവനെ വെന്റിലേറ്ററിലാക്കി. ഇത് ഹോസ്പിറ്റലിന്റെ ഫോൾട്ടാന്ന് പറഞ്ഞ് ഈ പേരൻസിനെ ആർക്കും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ആ കൊച്ചിനെ 4.5 വർഷം ഞങ്ങളുടെ
അവനെ ഞങ്ങളുടെ വാർഡിൽ നിന്ന് മാറ്റാൻ ഇവർ സമ്മതിക്കത്തില്ല. കാരണം ഹോസ്പിറ്റലാണ് മുഴുവൻ ചെലവും. ഐസിയു കെയർ എന്ന് പറഞ്ഞാൽ ഐസിയു കെയർ ആണ് ഫുൾ കെയർ. വെന്റിലേറ്റർ 2 വർഷം ഐസിയുയിൽ ഇട്ടു. പിന്നെ ഐസിയുയിൽ അങ്ങനെ ബെഡ് ഒക്കുപൈ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഈ പേരൻസിനെ കൺവിൻസ് ചെയ്ത് അഡ്മിനിസ്ട്രേഷനും മിനിസ്ട്രിന്നൊക്കെ ആൾക്കാർ വന്ന് കൺവിൻസ് ചെയ്ത് ഞങ്ങളുടെ വാർഡിൽ മാറ്റി. പക്ഷെ അവരുടെ ഡിമാൻഡ് ഐസിയു ഡോക്ടറും ഐസിയു നേഴ്സസും ആ കൊച്ചിനെ നോക്കണമെന്നാണ്. അങ്ങനെ അവർ നോക്കി. അപ്പൊ ഞാൻ രാവിലെ ഏത് ഷിഫ്റ്റിലോ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഈ കൊച്ചനെ ആ നേഴ്സ് സ്റ്റേഷന് മുമ്പിലോട്ട് കാണുമ്പോൾ ഉടനെ ഞാൻ അറിയാതെ ദൈവത്തെ അങ്ങ് സ്തുതിക്കും. കാരണം കുഴപ്പമില്ലാതെ നടന്നു വന്നൊരു കൊച്ച് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടോ അത് ബ്രെയിൻ ഡെത്ത് ആയി കിടക്കുക. പിന്നെ എൻ്റെ കൂടെ സൗദി ജോലി ചെയ്തൊരു പെങ്കൊച്ച്, എൻ്റെ ജൂനിയറാണ് അവളെ, വളരെ സുന്ദരി മിടുക്കിയ ഒരു കൊച്ചായിരുന്നു, സിനി എന്ന് പറയുന്നവള്. പിന്നീട് ഞാൻ അറിഞ്ഞ് നാട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളും ആയി കഴിഞ്ഞപ്പോൾ 33 വയസ്സുള്ളപ്പം അവൾക്ക് മെനിഞ്ചൈറ്റിസ് ആയി ഹെഡേക്ക് ആയിട്ട് അഡ്മിറ്റ് ആയി. ആ കൊച്ച് ലോകത്തോട് യാത്ര പറഞ്ഞു. അങ്ങനെ അനേകരെ കാണുമ്പോൾ ഞാൻ ഓർക്കും ദൈവം തന്ന വിടുതലിന്റെ ഭയങ്കരത്വം. പിന്നെ ഞാൻ ചെറിയ ചെറിയ ഇഞ്ചക്ഷൻ എടുത്തതിന്റെ പേരിൽ അലർജി വന്നു ഓൺ ദ സ്പോട്ട് മരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി പ്രൊസീജിയറിൽ കൂടെ കടന്നുപോയി, ഒത്തിരി വിഷയത്തിൽ കൂടെ. അതെല്ലാം ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇതെല്ലാം പോയിട്ട് ഇതിന്റെയൊക്കെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ എൻ്റെ കർത്താവ് എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതിൽ എനിക്ക് ഓർമ്മയും തന്ന്, ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്ന്. അതുകൊണ്ട് എൻ്റെ ജോലി സമയങ്ങളിൽ എപ്പോഴും ഞാൻ ഈ ബെഡ് പേഷ്യനെ ടേക്ക് കെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ ഇതിൽ കൂടെ കടന്നു പോയത് കൊണ്ട് നമുക്കറിയാം ഒരു ബെഡ് പേഷ്യന്റെ ബുദ്ധിമുട്ടുകൾ. എനിക്ക് ഈ മെനിഞ്ചൈറ്റിസ് ഒന്ന് ഞാൻ റിക്കവർ ആയെങ്കിലും ഒരു 3 മന്ത്സോളം എൻ്റെ ഹെഡേക്ക്, എനിക്ക് രാവിലെ എണ്ണീക്കുന്നേ ഹെഡേക്കോടാ. അത് ഈ തലയുടെ പുറകിലത്തെ ഭാഗത്തെ ഹെഡേക്കാ. അതുപോലെ യോണിങ് രാവിലെ തൊട്ട് എണ്ണീറ്റ് കഴിയുമ്പോൾ ഒരു എത്രയോ പ്രാവശ്യം, അത് ഈ ബ്രെയിൻ അഫക്റ്റ് ആയതുകൊണ്ടായിരിക്കും, ഞാനിങ്ങനെ നിർത്താതെ എനിക്ക് വായിക്കോട്ടായ. അങ്ങനെ ഒത്തിരി വിഷയത്തിൽ കൂടെ പോയി ദൈവം പിന്നെയും എനിക്ക് ജോലി ചെയ്യാൻ. അപ്പൊ ഒരു സിക്ക് പേഷ്യന്റിനെ എനിക്ക് എത്ര അവരെ കെയർ കൊടുത്താലും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ. അവർക്കെല്ലാം കംഫോർട്ട് മെഷറും ചെയ്ത് കൊടുക്കണമെന്നോട് ആഗ്രഹം എനിക്ക്. അങ്ങനെ അതുകൊണ്ട് എൻ്റെ പേഷ്യൻസിനെ ഒക്കെ എനിക്ക് ഓരോരുത്തരുടെയും ഫീൽ അനുസരിച്ച്, ഇപ്പം പേരൻസിനെ ഞാൻ പീഡിയാട്രിക് ഹോസ്പിറ്റലാണ് ചെയ്തത്. അപ്പം പേരൻസിനെ ആണെങ്കിലും ചിലപ്പോൾ അവർക്ക് ദേഷ്യപ്പെട്ടാൽ അവർ ഇന്ന വിഷയം കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി ഒന്ന് ക്ഷമയോടെ അവരെ ടേക്ക് കെയർ ചെയ്യാനും, പിന്നെ അതുപോലെ ബെഡ് പേഷ്യന്റിനെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ചെയ്യാനും, പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് എൻ്റെ ചില സാക്ഷ്യങ്ങളും അറബി നാട്ടിലെ ഈവൻ എൻ്റെ കൂടെയുള്ള അറബി നേഴ്സസിനോട് ഞാൻ ഓരോ സമയത്ത് അവർ നല്ല ഫ്രണ്ട്ലി ആയി കഴിയുമ്പം അവർക്ക് ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ. അല്ല നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് പറയാൻ അത്ര ധൈര്യം വരത്തില്ല. പക്ഷേ ദൈവം എന്നോട് അന്നേരമൊക്കെ അങ്ങനെയൊക്കെ അവരോട് ചെറിയ രീതിയിൽ പറയാൻ അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി സമയത്തൊക്കെ അന്ന് ഈ ഇത്രയും സ്ട്രിക്റ്റ് ഉള്ള നാട്ടിൽ ഞാനിപ്പോ ഒക്കെ എനിക്ക് അറിയത്തില്ല, ഞാൻ ബൈബിളൊക്കെ എൻ്റെ ബാഗിൽ കൊണ്ടുപോയിരുന്ന് ആരും കാണാത്ത സമയത്ത് എവിടെയെങ്കിലും പേഷ്യന്റ് കുറവുള്ളപ്പം കയറി വായിക്കാനും അതിനൊക്കെ വരാന്തേ പോയിരുന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആക്ച്വലി ആരെല്ലാം കണ്ടതൊക്കെ കുറ്റവാ. അങ്ങനെയൊക്കെ ദൈവം അന്ന് മറച്ചു, അതൊക്കെ ചെയ്തു. ദൈവകുറുവെ നിൽക്കാൻ ദൈവം ഇടയാക്കി. ഞാൻ ഈ ജോബിലെ വാക്യം നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുമ്പോൾ ചില സ്ഥിരം പറയുന്ന ചില വാക്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒത്തിരി നല്ലതാ. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വാക്യമാണ് ജോബ് 10:12 തോന്നുന്നു. ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. അത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് നമ്മളെ നിർത്തുന്നത്. അങ്ങനെ അവൻ പറിച്ചെടുക്കുന്നു, അവനെ തടുക്കും? ആർക്കും ദൈവത്തോട് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരിയും കാര്യങ്ങള്, അനവധി കഷ്ടങ്ങള് ഞങ്ങളെ കാണുമാറാക്കിയനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. നിന്റെ മഹത്വത്താൽ നീ എന്നെ ആശ്വസിപ്പിക്കുക. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ ഹൃദയത്തിൽ ഉരുവിടാനും. ഇപ്പൊ ഞാൻ വാക്യങ്ങളൊക്കെ മറന്നു പോകും, പക്ഷെ ഭാഗം അറിയാവുന്നതുകൊണ്ട് ഓർക്കും എടുത്ത് ഇങ്ങനെ വായിക്കും. ഒന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത നല്ല കാര്യം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. എനിക്ക് കഴിവ് കുറവാന്ന് മനസ്സിലായി നമ്മൾ ദൈവത്തോട് ലീൻ ഓൺ ഹിം. അതാണ് അങ്ങനെ ഒരു ആശ്രയത്തിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ കഴിവുകേടും ബലഹീനതയും ഒക്കെ ദൈവത്തോടങ്ങ് പറയുമ്പം ദൈവം അതിൽ കൂടെ അങ്ങ് ഒഴുകി കൊണ്ടുവന്ന പോലെ എന്നെ കൊണ്ടുപോയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഇതുവരെയും കർത്താവ് നിർത്തി. ഇപ്പോഴും എനിക്ക് പല വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുമോ എന്ന് അറിയത്തിട്ട് പാടുണ്ട് എൻ്റെ പെടലിയുടെ താഴെ. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ദുബൈയിലായിരിക്കുമ്പോൾ 2018 എനിക്ക് ഒരു ന്യൂറോ സർജറി ചെയ്തതാണ്. എൻ്റെ C4, C5, C6, C7 ഇത്രയും ഡിസ്കുകൾ ബൾജിങ്. അതിൻ്റെ C6, C7 മാറ്റി വെച്ച് ഡിസ്ക്. അപ്പൊ ന്യൂറോ സർജറി എല്ലാവർക്കും ഒത്തിരി ന്യായമായിട്ടും പാരലൈസ് ആകുമെന്നൊക്കെ ആൾക്കാർക്ക് പേടിയുള്ളതുകൊണ്ട് എല്ലാവരും സമ്മതിക്കേണ്ട, നാട്ടിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ
ചെന്ന് കണ്ടപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഞാൻ കണ്ടത്. എനിക്ക് അവരെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്ത് പറഞ്ഞ ഡോക്ടറെ അന്നേരം മീറ്റ് ചെയ്യാൻ പറ്റിയില്ല മിനിസ്ട്രിയിലെ. ആ ഡോക്ടർ ആദ്യം സർജറി ചെയ്യാതെ ഇച്ചിരി വെയിറ്റ് ചെയ്ത് 1 വീക്ക്. എന്നിട്ട് എനിക്ക് ശരിയാവാത്തതുകൊണ്ട് അദ്ദേഹം അന്നേരം അദ്ദേഹം അൽസാറ ഹോസ്പിറ്റലിൽ ഷാർജയിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഒരൊറ്റ സർജറി അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അപ്പം സെക്കൻഡ് സർജറി പിന്നെ ഞാനാ സെക്കൻഡ് വിക്ടിം. അപ്പം ആർക്കും അത്ര ധൈര്യം വരുത്തി. ഇദ്ദേഹം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോയൊരു ഡോക്ടറാ, ഡോക്ടർ ബോബി ജോസ്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഡോക്ടറെ ട്രസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹം ഒത്തിരി വാചകമൊന്നും അടിക്കാതെ ചെറിയ രീതി ബ്രീഫായിട്ട് മാത്രം സംസാരിച്ച് എനിക്കൊരു ട്രസ്റ്റ് തോന്നി. ഞാൻ രാജാനും അത്ര മനസ്സിന് എല്ലാവരും പേടിയുണ്ടെങ്കിലും സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം സർജറി ചെയ്തു. സർജറി ചെയ്തെങ്കിലും എനിക്ക് ആ ഡിസ്ക് റീപ്ലേസ്മെന്റ് ചെയ്തു. പക്ഷേ ഈ ഡിസ്ക് ബൾജിങ് ഉള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്ക് പെയിൻ ഉണ്ട്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാ സമയത്തും ഞാൻ ഒരു പെയിൻ സ്കോർ പറഞ്ഞാൽ ഒരു 3-4 ഇല്ലാത്ത ദിവസം എനിക്ക് ഒരിക്കലും ഇല്ല. ഈ 3 ഡിസ്ക് എനിക്ക് ബൾജ് ആയതുകൊണ്ട് ഒത്തിരി ഇരുന്ന് എഴുതാനും വായിക്കാനും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അയ്യുന്ന ജോലിയെ കിച്ചണിലെ ജോലിയൊക്കെ ബുദ്ധിമുട്ടുകൂടെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ജോലിയിൽ അധികം നിൽക്കണ്ടെന്ന് കരുതി പോരുന്നത്. കിടക്കുമ്പോഴൊക്കെ രാത്രി പ്രശ്നമുണ്ട്. പക്ഷെ അത് എനിക്കൊരു വേറെ രീതി ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു 3-3:30 ആകുമ്പോൾ എനിക്ക് എണീറ്റാലേ പറ്റത്തുള്ളൂ. ഒത്തിരി നേരം ഒന്നിച്ച് കിടക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ എണീറ്റിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അങ്ങാക്കി. എന്നും 3:30 ചില ദിവസം പിന്നെ കിടക്കാൻ വയ്യെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ 3:30, ചിലപ്പോൾ 4 മണി. ആ ഒരു 1/4-3 മണിക്കൂർ ഞാൻ ആക്ച്വലി എന്റെ വേദന കൊണ്ടാ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പോഴും മറന്നു പോകും. ആ സമയത്ത് ഞാൻ ഈ ഇവാഞ്ചലിസം, ഈ മിഷൻ ഫീൽഡ് അങ്ങനെ ഒരു ശീലമാക്കി ആ സമയത്ത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമായി. ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ പറയും, ഇത്രയും ഒരു വാക്ക് പറയാം, കർത്താവ് ഞാൻ എന്റെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയി. ഇനി രാവിലെ എണ്ണീക്കണ്ടല്ലേ 6 മണിക്ക്. അതുകൊണ്ട് പിന്നെയും പോയും കിടക്കും. വേദന ഇല്ലാതെ ഇച്ചിരി ഉറങ്ങുന്ന ഒരു ദിവസം പറഞ്ഞാൽ സൺഡേ വർഷിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ അതെനിക്കറിയില്ല എന്നാ കളിയാന്ന്. വർഷിപ്പിന്റെ സമയത്ത് പെയിൻ കാര്യം എനിക്ക് ടെന്നീസ് ആ സമയത്ത് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ അങ്ങ് ആരാധിക്കും. അതിന്റെ പേരിലൊക്കെ ഓരോരുത്തരെ എനിക്കറിയാം ആൾക്കാരുടെ പരിഹാസമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ദൈവം തന്ന ഈ വിടുതലുകളും ഇതെല്ലാം ഓർക്കുമ്പോൾ ഇച്ചിരി നേരമൊക്കെ കീപ് ക്വയറ്റ് ആയിട്ടിരുന്നാലും എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ ഹൃദയത്തിൽ അങ്ങ് ഞാൻ എങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കും. എൻ്റെ ഈ എല്ലാ ഓരോ അവയവങ്ങളെ പറ്റി ഞാൻ ഓർക്കും. ഓരോ വിഷയങ്ങൾ ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് പഠിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അത് മൂന്ന് സുവിശേഷത്തിലും ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞ കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ആ സ്നേഹത്തിൽ നിന്നുള്ള ആരാധനയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എനിക്ക് കഴിയുന്ന പോലെ ഇതുവരെ ഞാൻ വിഷയങ്ങളും ഭാരങ്ങളും ഒക്കെ കാണും. പക്ഷെങ്കിൽ എന്തോ ദൈവസന്നിധി ചെന്നിരിക്കുമ്പോൾ എൻ്റെ വിഷയത്തിന് വേണ്ടി ഇങ്ങനെ അധികം കരയാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് അഭിഷേകം പലരുടെ അഭിഷേകത്തിന്റെ ഈ സന്തോഷം കണ്ടിട്ട് ഞാൻ ഒത്തിരി അതിനുവേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ പല ആൾക്കാരും മിസ്ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കരയുന്ന എന്തിനായിരിക്കും. ദൈവസന്നിധി ചെന്നിരുന്ന ഒന്നിച്ചുള്ള വർഷിപ്പിന്റെ അകത്ത് ഞാൻ എൻ്റെ പേഴ്സണൽ വിഷയത്തിന് വേണ്ടി അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വീട്ടിൽ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരാധനയ്ക്ക് എന്ന് ഞാൻ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം എന്തോ എനിക്കെപ്പോഴും എൻ്റെ ആത്മീയ അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകത്തിന്റെ ആത്മാവിനെ തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് ഞാൻ കരഞ്ഞിട്ടും ഇന്നും. പക്ഷേ വളരും ആത്മീയമായ ഒത്തിരി വളർന്നിട്ടുണ്ട്. ഞാൻ വളർന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പ്രാപിച്ച അഭിഷേകത്തിന്റെ 1-2 വാക്കിൽ മാത്രം നിൽക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും. പക്ഷേ ഇന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാത്ത എനിക്ക് നീ അളവില്ലാതെ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അത് തരണേ. ബാക്കിയെല്ലാം ആവശ്യത്തിന് ജീവിക്കാൻ വേണ്ടുന്ന ചോദിക്കാൻ ആ ബൈബിൾ അനുസരിച്ച് നമ്മളെ പഠിപ്പിച്ചേക്കുന്നു. ഞാൻ ഇന്നും അഭിഷേകത്തിന്റെ ഒരു പൂർണ്ണ അതേടെ സന്തോഷം എനിക്ക് ഇല്ല. കാരണം ചിലരൊക്കെ ഒത്തിരി നേരം ഒത്തിരി വാക്കുകൾ പറഞ്ഞ് ആരാധിക്കാറുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല. ലഭിച്ച 2-3 വാക്കുകൾ. പക്ഷെ അതിങ്ങനെ പറയാതെ ഞാൻ മടിച്ചിരിക്കും. എനിക്ക് മുന്നോട്ട് ആരാധിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ വാക്കുകളേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇത്രത്തോളമായി നിൽക്കുന്നു. ഇനിയും നിർത്താനായിട്ട് അറിയുന്നവരും കേൾക്കുന്നവരും നമ്മളെ ഇത് പ്രാർത്ഥിച്ചിട്ടുള്ള പോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്ററിനെ കുടുംബത്തിന്റെയും പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. ഇങ്ങനൊരു അവസരം തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അതെ, മറിയാമ്മ തമ്പി ആൻറ്റി പണ്ട് ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓർത്തിട്ടുണ്ട്. എനിക്കൊന്നും നമ്മുടെ ചാനലില്ലാന്ന് തോന്നുന്നില്ലേ, എവിടെയോ ആൻറ്റി ഒരു പ്രാവശ്യം പറഞ്ഞു, ആൻറ്റി അന്യഭാഷ പറയുമ്പോൾ 2-3 വാക്കേ പറയത്തുള്ളൂ. പക്ഷേ ആൻറ്റി പറഞ്ഞത് ആ 2-3 വാക്കുകൊണ്ട് ദൈവം ആൻറ്റിയെ ലോകത്തിലെ വലിയ വലിയ സ്ഥാനങ്ങളിൽ നിർത്തി, അനേകർക്ക് അനുഗ്രഹമാക്കി നിർത്തി. വലിയ അന്യഭാഷ ഇങ്ങനെ
അത് എന്താ പറയുന്നത്, പാട്ട് പാടുന്നത് പോലൊന്നും പാടാൻ അറിയത്തില്ലെങ്കിലും മറിയാമ്മ തമ്പി ആൻറ്റി പറഞ്ഞത് 2-3 വാക്കേ ഞാൻ പറയത്തുള്ളൂ, പക്ഷേ ആ 2-3 വാക്കുകൊണ്ട് ദൈവം എന്നെ ഉപയോഗിച്ചു. അപ്പം ഒത്തിരി പാട്ട് പാടിയതുപോലെ അന്യഭാഷ പറയാനൊന്നും കിട്ടിയില്ലെങ്കിലും ലഭിച്ചത് ഒരു താലന്താണെങ്കിലും അതിനെ 10 ആക്കി വർദ്ധിപ്പിക്കുവാൻ, വ്യാപാരം ചെയ്യുവാൻ നമുക്ക് കഴിയും. ദൈവം തന്നിട്ടുള്ള ഏറ്റവും ചെറുതുപോലും ഏറ്റവും പവർഫുള്ളാണ് എന്ന് ഞാനങ്ങ് പറയാം. രാജാൻ്റെ രോഗസമയങ്ങളിലൊക്കെ ഒത്തിരി അല്ലേ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊക്കെ ഇത് പറഞ്ഞതാണെങ്കിലും ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ ചിലരെങ്കിലും അത് കേട്ടിട്ടുള്ളവരാകുകയില്ല. പ്രത്യേകിച്ചും ചുരുക്കമായിട്ടെങ്കിലും ഒരു 2 മിനിറ്റ് എടുത്തെങ്കിലും അതുകൂടെ ഒന്ന് ആഡ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രാജാനും കോവിഡ് വന്നപ്പം ആക്ച്വലി രാജാന്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ചർച്ചിലെ പലർക്കും ഈ പനിയും പ്രശ്നങ്ങളും ഉണ്ടായി. രാജാനെ പോലെ തന്നെ വേറൊരു ബ്രദറും വീട്ടിൽ സിക്കായിട്ട് നല്ലതായിട്ട് കഷ്ടപ്പെട്ടു. രാജാന്റെ അസുഖത്തിന്റെ സമയത്ത് അറിഞ്ഞ ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ എന്നോട് പറയുണ്ടായി, ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർ 2 പേരും കൂടെ പോയത്, 2 പേരെയും കൂടെ തിരിച്ചു കൊണ്ടുവരണേ. അങ്ങനെ ഒരു പ്രാർത്ഥന അത് അമ്മ ഞങ്ങൾ തിരിച്ചു വന്നു കഴിയുമ്പോഴും പറയാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പം ദിവദാസനോട് പറഞ്ഞ പോലെ എനിക്കെപ്പോഴും ഈ ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ വരികൾ ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിൽ തൊട്ടേ അത് ഒരു ശീലമാണ് എൻ്റെ. പക്ഷെ ഞാൻ ഒത്തിരി കാര്യം മറന്നുപോകും. വളരെ മറവിയുള്ള ആളാ. ചില സാധനം വല്ലതും വെച്ചാൽ അത് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാന് എൻ്റെ ആ മറവി, അതാ പറഞ്ഞ ബലഹീനത ദൈവം എങ്ങനെ സഹായിക്കുന്നത്. ദൈവം എനിക്ക് സ്വപ്നത്തിലാ. ചിലപ്പം രാഴ്ചാൻ ഇച്ചിരി ആള് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇത് എനിക്ക് ചിലതിനെ ഉത്തരം പറയാൻ പറ്റാത്തില്ലാത്തതിന് എനിക്ക് വിഷമമാണ്, എനിക്ക് ടെൻഷനാ, എന്നെ വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ച്. പക്ഷേ ദൈവം എനിക്ക് അത് സ്വപ്നത്തിൽ കാണിച്ച് ഞാൻ എവിടാ വെച്ചെന്ന്. അടുത്ത ദിവസം ഞാൻ അങ്ങനെ പലപ്പോഴും ഞാൻ ജോലി ചെയ്ത് വെച്ച് ഞാൻ ഇത് പറയാൻ പലരിത് കേൾക്കുന്നുണ്ടല്ലോ. നമ്മളെ എല്ലാ കാര്യവും ഇപ്പൊ നമ്മുടെ വീട് പൂട്ടണം, അത് കർത്താവും പറഞ്ഞിട്ടുണ്ട്, പൂട്ടാതെ അലക്ഷ്യമാക്കി. പക്ഷേ നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് ടയേർഡായിട്ട് ഞങ്ങളുടെ മെയിൻ ഡോറയില് ലോക്ക് ഇട്ടേച്ചും കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒന്ന് തുറക്കും, ആ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. രാഴ്ചാൻ വരുമ്പോഴായിരിക്കും ആ ലോക്ക് പുറത്ത് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കാണാതെ പോയാല് ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ. ഞാനൊരു പ്രശംസയായിട്ട് പറയവല്ല, എനിക്ക് എന്തോ ഒരു വിശ്വാസം ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടുമെന്ന്. അതെന്റെ അനുഭവം കൊണ്ടായിരിക്കും. അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവത്തില്ല. അന്നേരം കുറെ നമ്മളെ കഷ്ടപ്പെടുത്തും, എവിടാന്ന് നോക്കി. പക്ഷെ ആ സാധനം എനിക്ക് തിരിച്ചു കിട്ടും. അത് പൈസയാണെങ്കിലും ഒരു സൂക്ഷിച്ചു വെച്ചൊരു സാധനമാണെങ്കിലും എന്താണെങ്കിലും. രാജാന്റെ സമയത്ത് കോവിഡ് വന്നു, വല്ലാത്തൊരു ടൈം ആയിരുന്നു. ഒരാളൊന്നും അല്ലല്ലോ, എത്രയോ പേരെ അവിടെ അവസ്ഥകൾ കാണുന്നു, അറിയുന്നു. എനിക്ക് ഏറ്റവും സങ്കടം ഒത്തിരി പാസ്റ്റേഴ്സ് അങ്ങ് മരിച്ചുപോയി. അന്നേരത്തേക്ക് എനിക്ക് ഹൃദയം അങ്ങ് വേദനിക്കുക. കർത്താവെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട പാസ്റ്റേഴ്സിലെല്ലാം അവരുടെ അവസ്ഥകൾ എങ്ങനെ, പല ഹെൽപ്പും കിട്ടാതെ പലരും. നോർത്ത് ഇന്ത്യയിലേക്ക് ഒത്തിരി പാസ്റ്റേഴ്സ് ഞാൻ മനസ്സിലാക്കിയത് വേണ്ട സമയത്ത് ട്രീറ്റ്മെന്റോ കെയറോ ആശുപത്രിയിൽ എത്തിക്കാതോ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവ വിടുവിക്കും, അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാലും ട്രീറ്റ്മെന്റ് സത്യമായിട്ട് നമ്മളെ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ അവൈലബിലിറ്റി ഇല്ലാതെ ഓൺ ടൈം ഓക്സിജൻ കിട്ടാതൊക്കെയാണ് ഒത്തിരി പേര് മരിച്ചു പോയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മനസ്സിലാക്കിയ, ചിലർ ചിന്തിക്കുന്ന ഈ കോവിഡ് എന്ന് പറഞ്ഞ അസുഖമൊന്നും എല്ലാവർക്കും വരത്തില്ല. ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്ററോട് TPM വിശ്വാസിയാണ്. പുള്ളിക്കാരി എന്നോട് അന്ന് പറയുവാണ്, പൊടി അങ്ങനത്തെ ഡിസീസ് ഒന്നും എനിക്ക് വരുമാട്ടെ. ഞാൻ പറഞ്ഞ സിസ്റ്ററെ, TPM പാസ്റ്റേഴ്സിന് വരെ ഇതൊരു വൈറസാ, വരുന്ന ഒരു അസുഖമാണ്, സിസ്റ്റർ എങ്ങനെ പറയാൻ പറ്റും നമുക്ക് വരത്തില്ല. ഞാൻ അത് പിന്നെ വന്നത് കൊണ്ടോ എനിക്ക് വന്നത് കൊണ്ടോ അല്ലെ മറ്റുള്ളവർക്ക് വന്നുകൊണ്ടോ പറയല്ല. നമ്മൾക്ക് അങ്ങനെ ഒരു നോഷൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും വരത്തില്ല. എല്ലാവർക്കും എല്ലാം ഏത് സമയത്തും സംഭവിക്കാം. അതൊക്കെ ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തിയാണ്. ഈ പറഞ്ഞ ഒത്തിരി കെയർ എടുത്ത എൻ്റെ കൂടെ ചെയ്തവരെയും ഇങ്ങനെ പറഞ്ഞവരെയും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർക്കൊക്കെ 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, 3 പ്രാവശ്യം അവർ കെയർ എടുക്കുന്നുണ്ടെങ്കിലും വരുന്ന സോഴ്സ് വേറെ എവിടുന്ന്. അവർ യാത്ര ചെയ്യുന്ന ട്രാൻസ്പോർട്ടേന്നോ, വീടുകളിൽ പിള്ളേർക്ക് വരുമ്പോൾ അവരുടെ വീട്ടിൽ വരുന്ന അമ്മമാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ അത് സ്പ്രെഡ് ആവുന്നു. ഏതിലൊക്കെ രീതിയിൽ ഇത് വരും. അങ്ങനെ ഒത്തിരി കെയർ എടുത്തിട്ടും നമ്മൾ ആവശ്യത്തിനുള്ള കെയർ എടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. പിന്നെ രാജാൻ ഇങ്ങനെ ഒത്തിരി ആൻഷ്യസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ച ഒരു പാഠം കൂടെ പറയുക. ഇപ്പൊ രാജാൻ ഒരു വാക്കിതാണ്, എനിക്ക് നാട്ടിൽ പോയിട്ട് ചത്താ മതി. പുള്ളി പറയുന്നത് എനിക്ക് നാട്ടിൽ ഇവിടെ കിടന്ന് മരിക്കണ്ട. അപ്പം ഞാൻ തിരിച്ച് രാജാനോട് ചോദിക്കും, രാജ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു?
ചിലപ്പോ നമ്മള് ഫ്ലൈറ്റിൽ പോകുമ്പോഴായിരിക്കും എവിടെ വെച്ച, പക്ഷെ കർത്താവിന്റെ ഭക്തന്മാർ ഇപ്പൊ എവിടെ വെച്ച് മരിച്ചാൽ എന്താ കുഴപ്പം? അപ്പം രാജാൻ പറയും, എനിക്ക് അങ്ങനെ ഒന്നും നീ അങ്ങനൊന്നും പറഞ്ഞ് എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല, എനിക്കിങ്ങനെ. അപ്പൊ നമ്മളത് കണ്ടോണ്ടിരിക്കല്ലേ, ഇങ്ങനെ ശവങ്ങൾ ഇങ്ങനെ കൂട്ടി ഓരോ രാജ്യങ്ങളും കളയുന്നു, അടക്കാൻ പറ്റുന്നില്ല. എന്റെ പുന്നുവേലുള്ളൊരു നെയ്ബർ പയ്യൻ, എനിക്ക് വലിയ സങ്കടമായിരുന്നു. 42 വയസ്സുണ്ട്. ആ കൊച്ചൻ അവിടെ കിടന്ന് മരിച്ചു. അവനെ അവിടെ വെച്ച് അടക്കി. അപ്പൊ അവന്റെ അനിയൻ അവിടെ ഉള്ളത് കൊണ്ട് അവൻ എന്നെ വിളിക്കുകയും ഞാൻ എനിക്ക് പറ്റുന്ന ഗൈഡൻസും ഹെൽപ്പും ഒക്കെ ഇങ്ങനെ ഫോണിൽ കൂടെ, നമുക്ക് പോകാനും കാണാനും പറ്റത്തില്ലല്ലോ, ഇന്ന വ്യക്തികളെ കാണാനും എനിക്ക് പറ്റുന്ന ഹെൽപ്പ് എല്ലാം ഞാൻ ആ പയ്യന് വേണ്ടി ചെയ്തു കൊടുത്തു. അതിന് ആ നന്ദിയോടെ ആ പയ്യനെ ഒത്തിരി പ്രാവശ്യം വിളിക്കുമായിരുന്നു. അപ്പം ഈ വലിയൊരു വിഷയത്തിൽ കൂടെ കടന്നുപോയി മറ്റുള്ളവർ പ്രാർത്ഥിക്കും നമുക്ക് ബലമാണെന്ന് പറഞ്ഞാലും എപ്പോഴും നമ്മുടെ വിഷയം വലുതാന്ന് കരുതാതെ ഞാനതാ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളെ പോലെ ഏത് വിഷയം നമുക്കുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കടന്നു പോകുന്നവരെ നമ്മൾ പ്രാർത്ഥനയെ വഹിക്കുക. ദൈവം ഓരോ സമയത്ത് ഓരോ കൃപ തരും. അതാണ് എൻ്റെ ഒരു അനുഭവം. എനിക്കൊത്തിരി വിശ്വാസം കൊണ്ട് ഒത്തിരി വിഷയം നേടിയ ആളൊന്നുമല്ല ഞാൻ. പക്ഷെ രീതിയില് രാജാൻ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് ഒരു ചിന്തയും ഇല്ലാതിരിക്കുമ്പം വെന്റിലേറ്ററിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, പേഷ്യന്റിനെ ഓൺ ടൈമില് വെന്റിലേറ്റർ ഇടാത്ത പേഷ്യന്റിനെ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ രാജാനെ എന്റെ മനസ്സിലൊരു ചിന്ത, കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോ തന്നെ, ബോധം ഉള്ളപ്പോ തന്നെ, ബോധം പോകുന്നതിന് മുമ്പ് ഒരു വെന്റിലേറ്ററിൽ ഇട്ടു. പക്ഷെ വെന്റിലേറ്റർ ഇട്ടെങ്കിലും കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നില്ല. അത് ഞാൻ അറിയുന്നില്ല. ആ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല. അപ്പൊ ഞങ്ങളുടെ ചർച്ച് ഉണർന്നുള്ള പ്രാർത്ഥന, ഷാർജ ചർച്ചിന്റെ പ്രാർത്ഥന ഭയങ്കര സ്ട്രോങ് പ്രാർത്ഥനയായിരുന്നു. എല്ലാവരും സമയഭേദമില്ലാതെ ഞങ്ങളുടെ ദൈവദാസൻ ഉൾപ്പെടെ എല്ലാ വിശ്വാസികളോട് പ്രാർത്ഥിക്കുകയും അവരവരുടെ വീടുകളിലോട്ട് വിളിച്ചു പറയുകയും, പിന്നെ ചിലരൊക്കെ എല്ലാവരും എന്നെ ഡിസ്റ്റർബ് ചെയ്യണമെന്നൊക്കെ ഓർത്തായിരിക്കും വിളിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, പല വിഷയത്തിൽ കൂടെ പോയതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വേദനയുള്ള മനുഷ്യരെ കാണുമ്പം നേരത്തെ ഇപ്പോഴും പെട്ടെന്ന് എനിക്ക് അലിവ് തോന്നും. ഞാൻ ആ മുഖം മറക്കാതെ പ്രാർത്ഥിക്കും. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മൾ പലപ്പോഴും നമ്മളെ കൊണ്ട് അത്ര പറ്റത്തുള്ളൂ. ഒരാഴ്ച ഓർക്കും, 2 ആഴ്ച ഓർക്കും, നമ്മൾ മറന്നു പോകും. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില അസുഖം, ഇപ്പം നമ്മളൊരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു. അവരുടെ അടുക്ക് നമുക്കിപ്പം ചെല്ലാൻ പറ്റത്തില്ല, ഒത്തിരി ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട്. പലരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ പറയുമ്പോൾ മാത്രം ഓർക്കും, അല്ലെങ്കിൽ അവരുടെ മുഖം കാണുമ്പോൾ ഓർക്കും. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. അവര് കടന്നു പോകുന്നത് നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് പറ്റുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും ഓർത്തില്ലെങ്കിലും ഇടയ്ക്ക് ഓർക്കണം. അതുപോലെ തന്ന സൗഖ്യം നമ്മളെ മറക്കാനേ പാടില്ല. ദൈവം ചെയ്ത നന്മ മറക്കാതെ കൂടെ നമ്മുടെ ആത്മാവിനോട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെത്താൻ ഇങ്ങനെ ഓർപ്പിച്ച് ഉണർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. രാജാനെ ഈ രീതിയിൽ തിരിച്ച്, ഇപ്പം രാജാന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫോമിറ്റി വരാമായിരുന്നു. ദൈവം ഇത്ര നന്നായി തന്നു. ദൈവം ചെയ്തതിനൊന്നും അതൊന്നും ലഭിക്കാതിരിക്കാനുള്ള അർഹതയുള്ളവർ, അതായത് ബാലശിക്ഷയും അല്ല, ദൈവം ശുദ്ധീകരിക്കുന്നു എല്ലാം ദൈവമക്കൾക്ക് ദൈവം തിരിച്ചറിയാൻ പറ്റുമെന്ന് അയ്യോബിന് കൊടുത്ത കഷ്ടം ദൈവം തെളിയിച്ചു പിശാചിന് മുമ്പിൽ. ചിലരെ ശുദ്ധീകരിക്കാനായിരിക്കും, ചിലർക്ക് ബാലശിക്ഷയായിരിക്കും. അത് ദൈവമക്കൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ അങ്ങനെ വിചാരിക്കും. നമുക്ക് അങ്ങനെ അറിയാൻ പറ്റണം. ചിലരൊക്കെ പറയുമ്പോൾ ഞാനും കേട്ടിട്ടുണ്ട്, എനിക്ക് എന്തിങ്ങനെ വന്നു, എനിക്ക് എന്തോ അങ്ങനെ പറയാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം എനിക്കിത് വരാതിരിക്കാൻ ഞാൻ അതിനൊന്നും അത്രമാത്രം പ്രാപ്തിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഇത് കഷ്ടങ്ങൾ അനുഭവിക്കാനുള്ള വരവെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു വരമായിട്ട് ഏറ്റെടുക്കാൻ പറ്റണം. എല്ലാവർക്കും ദൈവം പകരുന്ന കൃപ ഒരുപോലല്ല. കൃപ കുറഞ്ഞവരെയും ബലഹീനരെയും നമ്മളായിട്ട് കുറ്റപ്പെടുത്തി. കാരണം ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നമ്മളും ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു. നമ്മൾ അവരെ പറ്റി പെട്ടെന്ന് അവരെ അങ്ങനെ ചെയ്യാതെ അവരോട് ആലോചന പറയും, ഇങ്ങനെ വചനം അനുസരിച്ച് ഇതൊക്കെയാ പഠിപ്പിച്ചേക്കുന്നത്. നമ്മൾ അറിഞ്ഞ സത്യം അവരോട് പറയാ. ദൈവാത്മാവ് ഇടപെടുന്ന സമയത്ത് എത്രയോ പേർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചിട്ട് കൃപ വരാത്തവരുണ്ട്. ചില മാനസാന്തരങ്ങൾ നടക്കാതുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്നേ, പിതാവ് കണ്ടവനെ അല്ലേ, ദൈവം പിതാവിനാൽ ആകർഷിക്കപ്പെടുന്ന നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല എന്ന് പറഞ്ഞ രാജാനും ദൈവം തിരിച്ചു തന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ രാജ്യത്ത് ദേശത്ത് അല്ലെ, ഞാൻ ഒറ്റപ്പെട്ടു പോകും ദൈവം കരുതി കാണും. അല്ല, ദൈവത്തിന് ഞങ്ങളെ കൊണ്ട് പദ്ധതി ഉണ്ടായിരുന്നായിരിക്കും. അതിനനുസരിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ കർത്താവിനെ പോഷിപ്പാൻ എനിക്കിഷ്ടം. എനിക്കതിനൊരു ലജ്ജയില്ല. പരസ്യത്തിന്റെ അകത്തൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു വത്സാതിരൂപന ആൻറ്റിലൂടെ എനിക്ക് തന്നെ ചെയ്യുവാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പോയി നിന്ന് ഓരോ സ്ഥലത്തൊക്കെ നിന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ 5-10 മിനിറ്റൊക്കെ കർത്താവിന്റെ രക്ഷയെപ്പറ്റി വിളിച്ച് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനൊന്നും ഒരു ലജ്ജ തോന്നിക്കാറില്ല. കാരണം ദൈവം ഈ ആയുസ് തന്നുകൊണ്ടും എന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഭൂമിയിൽ ചില അസൈൻമെന്റ് ഉണ്ട്, ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അത് ചെയ്യുന്നു. അതൊരു കുറച്ചിലായിട്ട് ഞാൻ ചിന്തിക്കാറില്ല.
സാക്ഷ്യത്തിന് അവസരം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് അന്നേരം ഒന്നും ഒരു അവസരം അങ്ങനെ ലഭിച്ചിട്ടില്ല. ഇന്നിപ്പോ ഒരു അവസരം ലഭിച്ചു. ഇതും ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ ദൈവത്തിന് സ്തോത്രം. സമയമായിരുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആദ്യമായിട്ട് എങ്ങനെ ഫുൾ സാക്ഷ്യം പറയുന്നത് അല്ലേ? അതെ അതെ. ദൈവത്തിന് സ്തോത്രം. എന്താ നമ്മുടെ ചാനൽ പോലുള്ള ചാനലുകൾ ഈ സമയം ഒന്നും പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്യാതെ ഫുൾ സാക്ഷ്യം പറയാൻ സമയം തരുന്ന കുറേ ചാനലുകൾ ഇന്നുള്ളത് കൊണ്ട് ഒത്തിരി ദൈവമക്കൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ പോലും അവസരം കിട്ടിയാൽ 10 മിനിറ്റ് തരും. സഭായോഗത്തിന് എത്ര 2-3 മിനിറ്റ് കിട്ടും. അതിൽ കൂടുതൽ തരാൻ പറ്റത്തില്ലല്ലോ അവർക്ക്, പറ്റത്തില്ല. കാരണം എത്രയോ പ്രോഗ്രാംസ് ആണ് നടക്കേണ്ടത്. പക്ഷേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഈ നൂറ്റാണ്ടിൽ കർത്താവ് ഇങ്ങനെ ഒരു സംവിധാനം അനേക ദൈവമക്കൾക്ക്, കർത്താവ് പറഞ്ഞത് സാക്ഷികളാകാനുള്ള ശരിക്കുമുള്ള അവസരം ഇപ്പോഴാണ് കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരെല്ലാം കർത്താവ് ഉപയോഗിക്കട്ടെ. ഇനി ഒത്തിരി കേൾക്കാത്ത സാക്ഷ്യങ്ങളുണ്ട്. ശരിക്കും ജെസിമാമയുമായിട്ടൊക്കെ ചാൻ കുടുംബമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധവും പരിചയം എത്ര വർഷങ്ങളുള്ളതാണ്. പക്ഷേ ഞാനിപ്പോഴാണ് ശരിക്കും ജെസിമാമയുടെ സാക്ഷ്യം ഫുള്ള് കേൾക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. രായ്ച്ചാൻ്റെ രോഗവിവരങ്ങളൊക്കെ നമുക്കറിയാം, രായ്ച്ചാൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം കൊണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. മറഞ്ഞു കിടക്കുന്ന എത്രയോ സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇനിയും ദൈവരാജ്യത്തിന് അനുഗ്രഹമായി തീരട്ടെ, ദൈവമക്കൾ കേൾക്കട്ടെ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജെസിമാമയ്ക്ക് തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അൻപിന്റെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ലോകമെങ്ങും നിങ്ങൾ എന്റെ സാക്ഷികളാകി എന്ന് പറഞ്ഞ് കർത്താവേ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചത്, നിന്റെ ജനത്തോട് കൽപ്പിച്ചതാണല്ലോ കർത്താവെ. അങ്ങനെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം. കർത്താവ് ഓരോ നാളും ചെയ്യുന്ന നന്മകളെ എണ്ണി എണ്ണി സ്തുതിപ്പാനും അത് വർണ്ണിപ്പാനും കർത്താവേ സ്തോത്രം. പാതാളം അങ്ങയെ സ്തുതിക്കാതിരിക്കുമ്പോൾ, മരണം അങ്ങയെ വാഴ്ത്താതിരിക്കുമ്പോൾ, ജീവനുള്ളവർ, ഇന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന പോലെ ജീവനുള്ളവർ മാത്രമേ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടല്ലോ കർത്താവേ. എൻ്റെ കർത്താവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുവാൻ, സ്നേഹിപ്പാന്, ആരാധിപ്പാൻ കൃപ തിരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. അടിയന്റെ സാക്ഷ്യം കർത്താവെ കേട്ടവർക്ക് അനുഗ്രഹമാകുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രചോദനമാകുവാൻ, അനേകരെ നേടുവാൻ, ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യം ഉളവാക്കുന്ന പറഞ്ഞ പ്രകാരമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ ദൈവം തന്ന ഈ പുസ്തകം എടുപ്പാൻ, ഈ പുസ്തകത്തിലെ സത്യം അറിയുവാൻ, വേദപുസ്തകത്തിന്റെ സത്യത്തെ മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കിയ വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം 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 സ്തോത്രം. പിന്നെയും കർത്താവിന്റെ വയലില് അധ്വാനിക്കുന്ന ഈ ആസാദി TV ഈ പ്രോഗ്രാമിനെയും ഈ ദേവദാസിനെയും കുടുംബത്തെയും ഫിന്നിപ്പാസിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ വേലകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. കേൾവി കൂടെ അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും നിത്യജീവന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയനും ദൈവം ഒരുക്കിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം സ്തോത്രം. സകല മാനവ മഹത്വന്റെ കർത്താവ് തന്നെ എടുക്കണമേ. അടിയങ്ങൾക്കായി ജീവൻ അർപ്പിച്ചെന്ന ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ 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 ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ജെസിമാമയുടെ മേൽ, തന്റെ കുടുംബത്തിന്റെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. ജെസിമാമയും കുടുംബത്തെ കർത്താവ് ഇനി ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ഞങ്ങളും നന്ദി പറയുകയാണ്. ദൈവം നമ്മുടെ പ്രേക്ഷകരെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.